കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നൂസിൻ്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിൻ്റെ 160ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രധാന സബ്ജക്റ്റാണ്, ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ്? ശരിക്കും ക്രിസ്ത്യാനികൾ ക്രിസ്തീയ വിശ്വാസം തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? അവർ ശരിക്കും ക്രിസ്ത്യാനികൾ തന്നെയാണോ? സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഇൻ ക്രിസ്ത്യാനിറ്റി, സത്യത്തിൽ നിന്നും എത്രമാത്രം അകന്നു പോയിരിക്കുന്നു? ക്രിസ്തീയ വിശ്വാസത്തിലെ ആത്മീക അന്ധത എന്നൊക്കെയുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ആത്മീക അന്ധത, ഈ വിഷയമൊക്കെ ഒരു 4-5 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഒരു ക്രിസ്ത്യാനിയുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ തൊടുന്നത് പോലെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഒത്തിരി പേര് അതൊക്കെ കേട്ടിട്ടും അങ്ങനെ വലിയ പ്രതികരണങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് സൈലന്റ് ആയിട്ട് അതിനെ കാണുവാനായിട്ട് ഇടയായി. ചിലരൊക്കെ പ്രതികരിച്ചു, ഒട്ടുമുക്കാലും പേര് അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. ഒന്നും പറയാത്തവര് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ്, പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് അങ്ങനെ ഒരു സൈലൻസ്, അങ്ങനെ ഒരു നിശബ്ദത അവലംബിച്ച് കാണും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കൂട്ടര് ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല, എന്താണ് ഈ പറയുന്നതെന്ന്, നമ്മളെല്ലാം ക്രിസ്ത്യാനികളല്ലേ, അതിനിടയ്ക്ക് എന്താണ് ആത്മീക അന്ധത, അങ്ങനൊരു വിഷയമൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ച് സൈലന്റ് ആയിട്ടിരുന്നവരുമുണ്ട്. രണ്ടായാലും നമുക്ക് വിഷയമില്ല. ഈ വിഷയം ലോകത്തെ അറിയിക്കുക, ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ലോകത്തിൽ അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദൗത്യം. അതിനുവേണ്ടി ആ വിഷയത്തെ ചെയ്യുവാനും പറയുവാനും ഇടയായി. മനസ്സിലായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകാത്തവർക്ക് ദൈവം അത് കൂടുതൽ വെളിപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിത്യത, എറ്റേണിറ്റി എന്നൊരു വിഷയമാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് കൊരിന്ത്യ ലേഖന പഠനം ആരംഭിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം നമ്മൾ പഠിച്ചു തുടങ്ങും. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എറ്റേണിറ്റി എന്നൊരു വിഷയത്തിൽ കൂടി അല്പം കൂടി ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം ആ വിഷയം പഠിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എറ്റേണിറ്റി അല്ലെങ്കിൽ നിത്യത. ഈ വിഷയം ഗ്രേസ് ഗോസ്പൽ റൈറ്റ് ഡിവിഷൻ അറിയാവുന്ന ഒട്ടുമുക്കാലും പേർക്ക് ഒരു നല്ല അളവിൽ ആ വിഷയത്തിൽ ക്ലാരിറ്റി ഉണ്ട്. എന്നാൽ ഈ ചില അടുത്ത നാളുകളിലായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ അതിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ ആധികാരികമായിട്ട് ചില പ്രസംഗങ്ങൾ വരികയും ചില വീഡിയോകളൊക്കെ വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് പലരിലും ചില കൺഫ്യൂഷനുകൾ ആ വിഷയത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു എയർ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഉണ്ടായിരിക്കുന്ന കൺഫ്യൂഷനുകളൊന്ന് മാറ്റി വചനത്തിന്റെ വെളിച്ചത്തിൽ അതിനൊരു ക്ലാരിറ്റി എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മളൊരു ബൈബിൾ ക്ലാസ് ആയിട്ട് തന്നെ അതിനെ ചെയ്യുന്നത്. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു അറിയിപ്പ് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അതിലേക്ക് വരാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള നമ്മുടെ തന്നെ ഒരു ബൈബിൾ ക്ലാസ് ആണ് അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ബൈബിൾ സ്കൂൾ നമുക്കുണ്ട്. അമേരിക്കയിൽ നിന്നുമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉള്ള ബാച്ച് 2025-26 ബാച്ചിന്റെ ഗ്രാജുവേഷൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കറക്റ്റ് 8 മണിയാകുമ്പോൾ, ഇന്ത്യൻ ടൈം 8 മണിയാകുമ്പോൾ അത് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ 7:30 ആകുമ്പോഴത്തേനും നമ്മുടെ ക്ലാസ് നിന്ന് കഴിഞ്ഞാൽ ഇതിലുള്ള പലരും ഇന്നർ സർക്കിളിൽ നിന്ന് അതിൽ ജോയിൻ ആവേണ്ടതായിട്ടുണ്ട്. എനിക്കതിൽ ജോയിൻ ആവേണ്ടതായിട്ടുണ്ട്. അപ്പം അത് കാരണം അധിക സമയം നിങ്ങളോടുകൂടെ കാണത്തില്ല. പെട്ടെന്ന് ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് മാറേണ്ടതാകയാൽ അധികം സമയം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കത്തില്ല. പ്രത്യേകിച്ച് ആ ഗ്രാജുവേഷൻ ഡേയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. എറ്റേണിറ്റി, അനാദി നിത്യത മുതൽ ഭാവി നിത്യത വരെ, അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുൻപ്, ആ അനാദി നിർണയിക്കുന്നതിന് മുൻപുള്ള സമയം അനാദി നിത്യത. ആ അനാദി നിത്യത മുതൽ ഭാവിയിൽ വരാനിരിക്കുന്ന നിത്യത, അതായത് വെള്ള സിംഹാസനം കഴിഞ്ഞതിന് ശേഷം വരാനിരിക്കുന്ന ആ നിത്യത വരെയുള്ള കാലഘട്ടം, ആ ഒരു കാലത്തിന്, ആ ഒരു ടൈം പീരീഡ്, ഇതാണ് ഒരു പ്രോജക്റ്റ് പീരീഡ് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ കാലം, ഇതിനെയാണ് പാട്ടുകാരൻ പറയുന്നത്, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും എന്നൊക്കെ പാട്ടുകാരൻ പറയുന്ന ആ കാലം എന്ന് പറയുന്ന ബ്രാക്കറ്റ് തീരും. അതിന് മുൻപുണ്ടായിരുന്നത് മുതൽ അത് കഴിഞ്ഞ ശേഷം എന്ത് നടക്കും, അനാദി നിത്യത മുതൽ ഭാവി നിത്യത വരെയുള്ള കാലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ ഒരു വലിയ സബ്ജക്റ്റ്,
ഒന്നോ രണ്ടോ ഒരാഴ്ചയോ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാത്ത പോലുള്ള ഡീറ്റെയിൽ സബ്ജക്റ്റ് ആണ്. എന്നാൽ ഞാൻ അതിൽ കൂടെ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. ഒട്ടുമുക്കാലും പേർക്ക് പഴയ നിയമകാലത്തിൽ എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ചും റാപ്ചർ വരെയുള്ള കാര്യങ്ങളിൽ ഒരു ഏകദേശം നല്ല ധാരണയുണ്ട്. എനിക്കതിനെക്കുറിച്ച് അധികം വറീസ് ഇല്ല. ഞാൻ അതുകൊണ്ട് അതിന് ശേഷമുള്ള കാലം, അതായത് റാപ്ചർ കഴിഞ്ഞുള്ള കാലങ്ങളും ആ ഭാഗങ്ങളിലാണ് ഒരല്പം ക്ലാരിറ്റി കൂടുതലായിട്ട് വേണ്ടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ആ ചിന്ത ഞാൻ മോസ്റ്റ്ലി ആ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. റാപ്ചറിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ കാര്യങ്ങളെ മൊത്തത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ ആ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഫ്രെയിം വർക്ക് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതിന്റെ ആ ഒരു ചട്ടക്കൂട്, ആ കർത്താവിന്റെ ആ വീണ്ടെടുപ്പ് പദ്ധതി, മനുഷ്യനെ, മാനവരാശിയെ വീണ്ടെടുക്കുവാനായി ദൈവം ചെയ്ത ആ ഒരു ഫ്രെയിം വർക്ക്, അതെന്താണ് നമ്മളൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാലേ നമ്മൾ എവിടെ വരുന്നു, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിനെ ദൈവം ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗോഡ്, ദൈവിക വീണ്ടെടുപ്പ് പദ്ധതി എന്ന് പറയുന്നത് ദ്വിമാന പദ്ധതിയാണ്. ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് രണ്ട് ദൈവിക പദ്ധതികളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ ടച്ച് ചെയ്ത് വിടുകയാണ്, നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യുമല്ലോ. പ്രോഫറ്റിക് പദ്ധതി അല്ലെങ്കിൽ വാഗ്ദത്ത പദ്ധതി, മിസ്റ്ററി അതായത് മർമ്മമായിരുന്ന, മറച്ചു വെച്ചിരുന്ന പദ്ധതി, ഇങ്ങനെ രണ്ട് ദൈവിക പദ്ധതികളാണ് വീണ്ടെടുപ്പിനായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. ഞാനത് പറയുമ്പോൾ ഒന്ന് വെളിപ്പെട്ട് കിട്ടിയിരുന്നതും വാഗ്ദത്തം ലഭിച്ചിരുന്നതും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് എഴുതി തന്നിരുന്നതും ഒക്കെയായിരുന്നു പദ്ധതിയാണ്. അതിനെയാണ് വാഗ്ദത്ത പദ്ധതി എന്ന് പറയുന്നത്. ഒരു വാക്യം ഞാനൊന്ന് പ്രൊജക്ട് ചെയ്ത് അതിന് അല്പം കൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് മുന്നോട്ട് പോകാം. ഇത് കണ്ടില്ലേ, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ പറയാണ്, ദൈവം ലോക ആരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. അതായത് ഉലകം സ്ഥാപിച്ച നാൾ മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം, അതായത് ദൈവം പ്രവാചകന്മാരെ അയച്ച് ലോകത്തെ അന്ന് മുതലേ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. ലോകത്തിന്റെ ആരംഭം മുതലേ ഇത് ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നതാ. ലോക ആരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത്. മനസ്സിലായോ? ഇവിടെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഉൽപ്പത്തി മുതലേ 1-ാമത്തെ അധ്യായം മുതലേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വരികയാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലെ ഇത് ആക്ച്വലി പറഞ്ഞു തുടങ്ങിയാണ്. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, അതായത് സ്വർഗവും ഭൂമിയുമാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. അവിടെ മുതലേ ഈ രണ്ട് പദ്ധതികളുടെ ആരംഭം ആക്ച്വലി ആരംഭിക്കുക. 1-ാം വാക്യം 1-ാം അധ്യായം 1-ാം വാക്യം മുതലേ ഈ കാര്യം ആരംഭിക്കുകയാണ്. അതാണ് അതിനുശേഷം ദൈവം അയച്ച പ്രവാചകന്മാർ മുഖാന്തരം അതിന് കൂടുതൽ ക്ലാരിറ്റി കൊടുത്ത് അതിനെ പ്രോഗ്രസീവായിട്ട് റിവീൽഡ് ആക്കി അവർക്ക് അതിന് വെളിപ്പാട് കൊടുക്കുകയും അത് ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്യുക. ദൈവം ലോക ആരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. എന്നാൽ ഞാൻ പറഞ്ഞു, ദൈവത്തിനൊരു മർമ്മമായിരുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ആ മർമ്മമായിരുന്ന പദ്ധതിയാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നോക്കിയാൽ ഞാനത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. അവിടെ പറയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്, അത് ആദ്യം ലോക ആരംഭം മുതലേ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്ന ദൈവിക പദ്ധതി, അതിനെയാണ് പ്രോഫറ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് മറഞ്ഞിരുന്നതും മർമ്മമായിരുന്നതുമായ പദ്ധതിയാണ്. ദൈവം സ്വർഗത്തിൽ മറച്ചിരുന്ന പദ്ധതിയാണ്. അതിനെയാണ് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന് വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇതിനെയാണ് മർമ്മമായിരുന്ന പദ്ധതി എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് ദൈവിക പദ്ധതികളാണ്. എന്നാൽ നമുക്കിന്ന് ക്രിസ്ത്യാനിറ്റിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഒരു അറിവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയൊന്നും ചെയ്യാറില്ല. എന്തോ ഒന്ന് മനസ്സിലായിട്ടുണ്ട്, അതുമായിട്ട് അങ്ങനെ കുരങ്ങൻ്റെ പൂമാല കിട്ടിയത് മാതിരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ തിയോളജി എന്താണ്, ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽ വശങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയോ ആരാഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. വളരെ വ്യക്തമായി ഈ ബൈബിളിൽ ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ച് രണ്ട് വാക്യങ്ങളും നല്ല മണി പോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് പദ്ധതികൾ, ഒന്ന് ഫോക്കസ്ഡ് ഓൺ എർത്ത്ലി കിങ്ഡം, മറ്റേത് ഫോക്കസ്ഡ് ഓൺ ഹെവൻലി കിങ്ഡം. ഒന്ന് ഭൂമിയിലേക്ക് വരാനുള്ളതും ഭൂമിയിൽ സ്ഥാപിതമാകാനുള്ള പദ്ധതിയും, ഒന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ളതും അത് സ്വർഗത്തിൽ സ്ഥാപിതമാവുകയും ചെയ്യുന്ന പദ്ധതിയാണ്. അതിനുവേണ്ടി ദൈവം കൊടുത്തിരുന്ന സുവിശേഷമാണ് ഒന്ന് രാജ്യത്തിന്റെ സുവിശേഷം, മറ്റത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ചർച്ച്, സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്ന ദൈവിക പദ്ധതി. ഇത് രണ്ടും
ദൈവത്തിന്റെ ആ വീണ്ടെടുപ്പിന്റെ ഫ്രെയിം വർക്കിനകത്തിൽ വരുന്ന രണ്ട് മെയിൻ പദ്ധതികളാണ്. ഇത് ഉലക സ്ഥാപനം മുമ്പേ ദൈവം സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരുന്നതും, എന്നാൽ സർവജ്ഞാനിയായ ദൈവം, എൻഡ് ടു എൻഡ് കാര്യങ്ങളെ അറിയാവുന്ന ദൈവം ഒരു പദ്ധതി സർവ്വലോകത്തിനും വെളിപ്പെടുത്തി. എന്നാൽ മറ്റേ പദ്ധതി ദൈവത്തിന് മാത്രം അറിയാവുന്ന രീതിയിൽ സ്വർഗത്തിൽ അത് മറച്ചിരുന്നു. ദൈവം അത് മറച്ചു വെച്ചിരുന്നു. രണ്ട് പദ്ധതികളാണെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി, ഒന്ന് ദൈവം മറച്ചു വെച്ചിരുന്നു. അതിനെയാണ് പ്രോഫറ്റിക് പ്രോഗ്രാം എന്നും മിസ്റ്ററി പ്രോഗ്രാം എന്നും പറയുന്നത്. ഇത് പിന്നീട് ഇത് രണ്ട് നമുക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ആ മാധുര്യം, അതിന്റെ ആ പർപ്പസ് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇത് ദൈവത്തിന് അറിയാവുന്ന, ദൈവത്തിന് എന്ത് സംഭവിക്കും, ദൈവം എൻഡ് ടു എൻഡ് കാര്യങ്ങളെ അറിയാം. അത് തുടങ്ങുന്നതിന് മുൻപേ അതെങ്ങനായി തീരുമെന്ന് അറിയാം ദൈവത്തിന്. കാര്യം ദൈവം സർവജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു പദ്ധതി മറച്ചു വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആർക്ക് മറച്ചു വെച്ചിരുന്നു? ആരൊക്കെ അറിയാമായിരുന്നത്? മിഖായേൽ, ഗബ്രിയേൽ ഇങ്ങനെയുള്ള ദൂതന്മാർക്കൊക്കെ അറിയാമായിരുന്നോ? ഒരുത്തർക്കും അറിയത്തില്ല. സാത്താൻ അറിയാമായിരുന്നോ? സാത്താൻ ഒരു വിധത്തിലും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ദൈവം മറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുത്തർക്കും അറിയത്തില്ല. ഒരു പ്രവാചകനും പിന്നെ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാലം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി. ഇനി എന്തിനാണ് ദൈവം ഇത് മറച്ചു വെച്ചത്? പലർക്കും ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ദൈവം അതങ്ങനെ മറച്ചു വെച്ചത്? അത് ദൈവമാണ്. ഇത് ദൈവിക പദ്ധതിയാണ്. ദൈവം പരമാധികാരിയാണ്. ദൈവിക പദ്ധതികളെ എല്ലാം വെളിപ്പെടുത്തി കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ പ്രത്യേകിച്ച് സാത്താൻ ദൈവത്തിന്റെ ഓരോ പദ്ധതികളും ഭയങ്കരമായിട്ട് അതിനെ നോക്കി അത് ഏത് രീതിയിൽ എന്ന് കണ്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണ് സാത്താന്യ ശക്തി. അതിന് ഒരു കാരണം ദൈവവചനത്തിൽ കൂടെ നമ്മളോട് പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ഇവിടെ പറയുകയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ, ഇതെല്ലാം ഉലകം സൃഷ്ടിക്കുന്നതിന് മുൻപേ, ആദാമിനെ ഹവ്വായെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപേ നടന്ന കാര്യങ്ങളാണ്. ലോക സൃഷ്ടിക്കുന്ന മുമ്പേ നമ്മുടെ തേജസ്സിനായി, എന്റെയും നിങ്ങളുടെയും തേജസ്സിനായിട്ട്, നമ്മൾ തേജസ്സിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ പോവുകയാണ്, നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും, ഇത് ദൈവം മുൻ നിയമിച്ചതാണ്, ബട്ട് മറച്ചു വെച്ചിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായിട്ട് പ്രസ്താവിക്കുന്നു. ഈ ദൈവത്തിന്റെ മർമ്മം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ഈ അറിവ് ദൈവം ഇത് മറച്ചു വെച്ചിരുന്നു. അത് നമ്മുടെ തേജസ്സിന് വേണ്ടി ദൈവം മുൻ നിയമിച്ചതാണ്, ബട്ട് മറഞ്ഞിരുന്നതായ ദൈവിക പദ്ധതിയാണ്. അത് എന്തിനു മറച്ചു വെച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യമാണ്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെന്ന് പറയുമ്പോഴത്തേന് സകല മനുഷ്യരും ഇതിൽപ്പെടും, സകല ദൂതന്മാരും ഇതിൽപ്പെടും. ഈ ദൈവം ഓരോ ലോകത്തെയും ഓരോ ദേശത്തെയും വാഴുവാനായിട്ട് ഓരോ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അനേക സാത്താന്യ ദൂതന്മാര് ലോകത്തെ വാഴുന്നുണ്ട്. പാർസി പ്രഭു, യവന പ്രഭു എന്നൊക്കെ പറയുന്ന, സോതോമിലെ പ്രഭു, സോരന്റെ പ്രഭു, സീതോന്യ പ്രഭു എന്നൊക്കെ പറയുന്ന എല്ലാം ഓരോരോ സാത്താന്യ ദൂതന്മാരെ അയച്ചിരിക്കുകയും ആക്കിയിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് വിച്ച് നൺ ഓഫ് ദ പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ് ന്യൂ. ഈ ഉലകത്തിലുള്ള ഒരു പ്രഭുക്കന്മാരും അത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കർത്താവിന്റെ ക്രൂശിലൂടെയാണ് ഈ വീണ്ടെടുപ്പ് പദ്ധതി മുഴുവനും നടക്കേണ്ടത്. ഈ ഉലക സ്ഥാപനം മുതൽ ഉലകം അവസാനിക്കുന്നവരെയുള്ള സകല കാര്യങ്ങളുടെയും പിവറ്റൽ പോയിന്റ് ആണ് കർത്താവിന്റെ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കത്തില്ല. ദൈവിക പദ്ധതികൾ ഒന്നും തന്നെ നിറവേറാതെ പോകും. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു. സാത്താൻ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു വിധത്തിലും അറിയരുത്. അതിനുവേണ്ടി ദൈവം ആ കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു. ദൈവത്തോട് മറുതലിച്ച് സ്വർഗത്തിൽ അനേക ദൂതന്മാരെ, ദൈവത്തോട് മറുതലിച്ച ദൂതന്മാരെയും സാത്താന്റെ കൂട്ടത്തിലുണ്ട്. 1/3 ദൂതന്മാര്, ദൈവം സൃഷ്ടിച്ച ദൂതസഞ്ചയങ്ങളിൽ 1/3 സാത്താന്റെ കൂടെയാണ്. അതിനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. അവന്റെ വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/1 ചുരുട്ടി വാരി എറിഞ്ഞുകൊണ്ട് തീ തുപ്പിക്കൊണ്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ 1/1 നക്ഷത്രം എന്ന് പറയുന്നത് ഈ കാണുന്ന നക്ഷത്രമൊന്നുമല്ല. അത് സാത്താന്യ ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരെ എല്ലാം കൂടെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടിരിക്കുകയും അവരുടെ ആ ഒരു ഭൂമിയിലെ അവരുടെ ആ ഒരു ആധിപത്യം ആരംഭിക്കുകയും 7 വർഷത്തെ വാഴ്ച ആരംഭിക്കുകയൊക്കെ ചെയ്യുന്ന രംഗത്തെ കുറിച്ച് അവിടെ പറയുന്നത്. ഇവിടെ ഭൂമിയിൽ മനുഷ്യനെ വഞ്ചിച്ച് മാനവജാതിയെ മുഴുവനും അവന്റെ അധീനതയിലാക്കി. സ്വർഗത്തിൽ അവന്റെ ഭയങ്കര ഒരു റിബല്യൻ, മറുതലിപ്പ് അവിടെ ഉണ്ടാവുകയും അനേക സ്വർഗീയ ദൂതന്മാരെ അവന്റെ പക്ഷത്തേക്ക് വലിക്കുകയും ചെയ്തതുപോലെ തന്നെ
ഭൂമിയിൽ മനുഷ്യനെ അവൻ വഞ്ചിച്ച് മാനവജാതിയെ മുഴുവനും അവന്റെ അധീനതയിലാക്കി തീർക്കുവാനിടയായി. അങ്ങനെ ഇതിന്റെ മുഴുവന്റെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും എല്ലാം അവകാശം പറഞ്ഞ് അധികാരം പറഞ്ഞ് അവൻ ഇന്ന് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയായിട്ട് വാഴുകയാണ്. സ്വർഗത്തെയും ഭൂമിയെയും വീണ്ടെടുത്ത് നീതിയോടെ ഒരു നിത്യതയിൽ വാഴുവാൻ ദൈവം ഒരുക്കിയ ടു ഫോൾഡ് പർപ്പസ്, അതിലെ ഒരു പദ്ധതി ദൈവം മറച്ചു വെച്ചിരുന്നു, ഒരു പദ്ധതി ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്നു. അത് മറച്ചു വെക്കാൻ കാരണം സാത്താൻ ഇത് അറിയരുത്. മെയിനായിട്ട് ഒരുത്തരും ഇത് അറിയരുത്, എസ്പെഷ്യലി സാത്താൻ ഇത് അറിയരുത്. കാര്യം സാത്താൻ ജ്ഞാന സമ്പൂർണനാണെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ സൗന്ദര്യ സമ്പൂർണനാണ്, അവൻ ജ്ഞാന സമ്പൂർണനാണ്, അവൻ ജ്ഞാന സമ്പൂർണനാണ്, അവൻ കൗശലക്കാരനാണ്, അവൻ ക്രാഫ്റ്റിനെസിന്റെ മാസ്റ്ററാണ്, അവന് എന്താ പറയുന്നത്, ഭോഷ്കിന്റെ അപ്പനാണെന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഈ ടു ഫോൾഡ് പർപ്പസിന്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ബൈബിളിന്റെ 1-ാമത്തെ വാക്യം തന്നെ കാണുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് എർത്ത്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് കാരണം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് റലമായിട്ട് ദൈവം അതിനെ സൃഷ്ടിച്ചത് എന്നൊക്കെ ഒരു വ്യക്തതയും ഒരു ക്ലാരിറ്റിയും ലഭിച്ചിരുന്നില്ല. കാര്യം കർത്താവിന്റെ ഈ പർപ്പസ് എന്താണെന്നുള്ളത് ലോകത്തിന് അറിയത്തില്ലായിരുന്നു, സാത്താൻ എസ്പെഷ്യലി അറിയത്തില്ല. ഇവിടെ സാത്താൻ വഞ്ചിക്കപ്പെട്ട് വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഉലകത്തിലെ ഒരു സംഗതിക്കും കഴിയത്തില്ല എന്നൊരു സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഉലകത്തിലെ ദൈവത്തിന്റെ സൃഷ്ടികളാണ് കാണുന്നത് മുഴുവൻ. ഇതിനൊന്നിനും തന്നെ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. പാപത്തിന്റെ ശമ്പളം മരണം. ഇത് ദൈവിക തത്വമാണ്, ഇതൊരു പ്രിൻസിപ്പിളാണ്, ദൈവത്തിന്റെ ഒരു തത്വമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ മൂക്കിൽ നിന്ന് ശ്വാസം നിന്നുപോയി നമ്മൾ മരിക്കുന്നത് മാത്രമല്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ മരണം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന്റെ ഒരു 2%, 1% എന്നൊക്കെ വേണേൽ പറയാം, അത്രേ ഉള്ളൂ. 99% ഈ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 2ാം മരണമാണ്. അതായത് നമ്മളെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളും, നിത്യം നാം ലേക്ക് ഓഫ് ഫയർ, എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് പോവുക. അത് നിത്യമാണ്. ഇത് 7 അല്ലെങ്കിൽ 7, 10 ഏറെയായാൽ 80, 7, 10 ഏറെയായാൽ 80 എന്ന് പറയുമല്ലോ. 80 വർഷത്തെ കാര്യം, അതിനുശേഷമുള്ള മരണമാണ്. ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ ആത്മാവും പ്രാണനും നമ്മുടെ ഈ ശരീരം വിട്ട് മാറുന്ന മരണം. ആ മരണത്തിനൊരു വലിയ പ്രത്യേകതയില്ല. ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും, ഇദ്ദേഹത്തിന് തലയ്ക്ക് വല്ല വട്ടം പിടിച്ചതാണോ എന്ന് വിചാരിക്കും. അതൊരു നിസ്സാര മരണമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിത്യമാണ്. സ്റ്റേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അടുത്ത സ്റ്റേജാണ് മുഖ്യം. 99% വെയിറ്റേജും അടുത്ത സ്റ്റേജിനാണ് കൊടുക്കേണ്ടത്. അടുത്ത സ്റ്റേജ് നമ്മൾ നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നു, അതോ നിത്യം സ്വർഗത്തിൽ വാഴുന്നു എന്നുള്ളതാണ്. നിത്യമരണത്തിന് വേണ്ടി നമ്മൾ ഈ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട നിത്യമരണം, അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ ഒരു സംഗതിക്കും കഴിയത്തില്ല, ഈ ഉലകത്തിലുള്ള ഒന്നിനും കഴിയത്തില്ല. കാര്യം പാപത്തിന്റെ ശമ്പളമായിട്ട് ആ മരണം നമ്മൾ സ്വീകരിച്ചേ കഴിയത്തുള്ളൂ. ഒരു പരിശുദ്ധ രക്തം അതിന് മറുവിലയായിട്ട് കൊടുക്കാതെ അതിനെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ഏതാണ് പരിശുദ്ധ രക്തം? ആരുടെയിലാണ് പരിശുദ്ധ രക്തമുള്ളത്? ഭൂലോകത്തിലുള്ള ഒന്നിനും അതില്ല. ഒരു മനുഷ്യർക്കുമില്ല. മഹാത്മാഗാന്ധി ആയാലും ശരി, ഹരിചന്ദ്രൻ ആയാലും ശരി, ഒരുത്തർക്കും നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം മാനവരാശി മുഴുവനും പാപത്തിൽ ജനിച്ചവരാ, ആദാമ്യ പാപത്തിൽ ജനിച്ചവരാ. ആദാമിന്റെ സന്തതിയായിട്ട് ജനിക്കുന്ന എല്ലാവരും പാപികളാ. ആ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ കഴിയത്തില്ല. ഒരു പരിശുദ്ധ രക്തം അതിന് മറുവിലയായിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധ ആത്മാവിനാൽ കന്യകാമറിയത്തിൽ ഉൽപ്പാദിതമാകുക. ആദാമ്യ രക്തം അതിൽ വരത്തില്ല. ആദാമ്യ പാപത്തിന് അത് ഭാഗവാക്കാകത്തില്ല, അതിൽ ബാധ്യതയില്ല. കർത്താവ് പരിശുദ്ധ ആത്മാവിനാൽ ഉൽപ്പാദിതമാകുക. ആദാം ചെയ്ത പാപത്തിന് കർത്താവിന്റെ ഉത്തരവാദിത്വം അതിൽ വരുന്നില്ല. പാപത്തിന്റെ ശമ്പളമായിട്ട് മരണം എന്ന് പറയുന്ന ആ കർത്താവ് മരിക്കുന്നത് ആ പാപത്തിന്റെ ശമ്പളമായിട്ട് മരിക്കുകയോ സാത്താൻ കർത്താവിന്റെ ആത്മാവിനെ എടുക്കുകയോ അല്ല ചെയ്യുന്നത്. കർത്താവ് മരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിനെ കർത്താവ് തന്നെ പിതാവിനെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. സാത്താൻ അതിൽ യാതൊരു പങ്കുമില്ല, യാതൊരു അധികാരവുമില്ല. കാര്യം അത് പരിശുദ്ധ ആത്മാവിനാൽ ഉൽപ്പാദിതമായ പരിശുദ്ധ രക്തമാണ്. ആ രക്തം മറുവിലയായിട്ട് കൊടുത്താലേ ഈ മാനവരാശിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയത്തുള്ളൂ. ഇത് ആർക്ക് കൊടുക്കണം? ഈ രക്തം സാത്താന് കൊടുക്കണോ? ഒരിക്കലുമല്ല. പരിശുദ്ധനായ ദൈവം അന്യായമായിട്ടൊന്നും ചെയ്യത്തില്ല, അനീതിയായിട്ടൊന്നും ചെയ്യത്തില്ല.
നീതിയായിട്ട് ദൈവം കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. ആരെങ്കിലും കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ രക്തം കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെയാണ്. ദൈവത്തിന്റെ മുൻപാകെയാണ് അത് വയ്ക്കേണ്ടത്. അതാണ് കാളക്കുട്ടികളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ അല്ല, തന്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ തന്നെ തന്റെ സ്വന്തം രക്തവുമായിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുക, ആ രക്തത്തിൽ പ്രസാദിക്കുക, പാപത്തിന്റെ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിക്കുക. മനുഷ്യനാല് യാതൊരു, ഈ ഉലകത്തിൽ കാണുന്ന യാതൊരു വ്യക്തിയാലും ഈ ആദാമ്യ കുലത്തിൽ പിറന്നിട്ടുള്ള ഒരു മനുഷ്യർക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അത് മാതാവാകട്ടെ, പിതാവാകട്ടെ, പുത്രനാകട്ടെ, ആരാന്ന് പറഞ്ഞാലും. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു, അതായത് പിതാവ്, പരിശുദ്ധനായ ദൈവം മനുഷ്യനായി ഉലകത്തിൽ അവതരിച്ചിരിക്കുക. ആ രക്തമാണ് നമുക്ക് മറുവിലയായിട്ട് കൊടുത്തിരിക്കുക. റോമാലേഖനം ഒരു വാക്യം കൂടെ കാണിച്ച്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്യം കാണിക്കുന്നത് അതുവരെയുള്ള ഭാഗം ക്ലിയർ ആയിരിക്കണം. കാര്യം ഇതിനകത്ത് യാതൊരു ആംബിഗ്യൂറ്റീസ്, യാതൊരു സംശയവും ബാക്കി കിടക്കാൻ പാടില്ല. അത്രയ്ക്ക് ക്ലിയർ ആയത്. ഇത് കണ്ടില്ലയോ? 5-ാമത്തെ റോമാലേഖനം 5-ാം വാക്യം. അങ്ങനെ ഏക ലംഘനത്താൽ, അതായത് ഈ ആദാമ്യ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, ഇതാണ് നമുക്ക് ശിക്ഷാവിധി വന്ന് നിത്യമരണത്തിന് യോഗ്യരായി കിടന്നിരുന്നു നമ്മൾ. ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ, നിത്യജീവൻ ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ ജീവകാരണമായ നീതീകരണം വന്നു. അതിന്റെ 19-ാമത്തെ വാക്യം കൂടെ കണ്ടേ. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ, അതായത് ആദാമിന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഹല്ലേലൂയ. ഈ വഴി തുറക്കുന്നത് ഇവിടെയാണ്. ദൈവിക പദ്ധതിയായത്. ഇതിന് മുൻപും ഇതിന്റെ പിൻപും വേറെ ഒരു പദ്ധതിയുമില്ല. ആദാമിനെ സൃഷ്ടിച്ച നാൾ മുതൽ വെള്ള സിംഹാസനത്തിങ്കിലെ ന്യായവിധി വരെയുള്ള സകല മാനവരാശിയുടെയും പാപം മോചിക്കുന്നത് കർത്താവിന്റെ ഈ കാൽവറി യാഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയുടെയും ഈ സത്യദൈവ വിശ്വാസത്തിന്റെയും പിവറ്റൽ പോയിന്റ് എന്ന് പറയുന്നത് കാൽവറി ക്രൂശ. ഇന്ന് ഇത് ദൈവം ഉലക സ്ഥാപനം മുതലേ തീരുമാനിച്ചുറപ്പിച്ച, അതിനുശേഷമാണ് ആകാശം ഭൂമിയെ സൃഷ്ടിച്ചത് തന്നെ. കാര്യം സർവവും അറിയാവുന്ന ദൈവമാണ്. അതിനു മുൻപേ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ്. അല്ലെങ്കിൽ ആദാം പാപം ചെയ്തതിന് ശേഷം ഒന്നും തീരുമാനിച്ച വിഷയമല്ല ഇത്. തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിൽ രണ്ടാമനായ ക്രിസ്തു അതിനായിട്ട് സമർപ്പിക്കപ്പെടുക ഉലകം സ്ഥാപിക്കുന്നതിന് മുന്നമേ. വലിയ നീണ്ട സബ്ജക്ട്, അവിടൊക്കെ നിന്ന് സംസാരിക്കണ്ടേ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? കർത്താവിന് അറിയാമായിരുന്നല്ലോ. അതിന്റെ പ്രയോജനം എന്തായിരുന്നു? ദൈവം എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു? ഇവിടെ എല്ലാം വാക്യങ്ങൾ എടുത്ത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അത്രയും നിൽക്കുന്നില്ല. കാര്യം നമ്മുടെ വിഷയം അതിന്റെ ആ ലാസ്റ്റ് എൻഡാണ്. അപ്പൊ അവിടെ എനിക്കൊരു അല്പം കൂടെ സമയം വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊക്കെ അങ്ങ് ഓടിപ്പോവുകയാണ്. ഇതുകൊണ്ടാണ് തൃത്വത്തിൽ രണ്ടാമനായ ദൈവം ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഇതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, ഉലക സ്ഥാപനം മുമ്പേ, ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ. മനസ്സിലായോ? ഉലകം സ്ഥാപിക്കുന്നതിന് മുതലേ, അതിനു മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട്. ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപേ കർത്താവ് അറുക്കപ്പെട്ടിരുന്നോ? കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ കർത്താവ് അറുക്കപ്പെട്ടത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ യുക്തിക്ക് ചോദിക്കാം. പക്ഷെങ്കിൽ ഇത് ദൈവം തീരുമാനിച്ചിരിക്കുന്ന ദൈവിക തീരുമാനം. അത് ഉലകം സ്ഥാപിച്ചതിന് ശേഷവും കുറെ നാളുകൾക്ക് ശേഷമാണ് ആക്ച്വലി ലോകത്തിൽ അത് റിവീൽഡ് ആയത്, നിറവേറിയതെങ്കിലും ദൈവിക തീരുമാനമായതുകൊണ്ട് അതിന്റെ ബേസിസിൽ അന്ന് മുതലേ ദൈവം ജനത്തിന്റെ പാപങ്ങൾ മോചിച്ചു കൊടുത്തിരുന്നു. ആ പാപം പഴയ നിയമത്തിലെല്ലാം മോചിച്ചിരുന്നത് കാളക്കുട്ടികളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ടല്ല, മറിച്ച് ആ കർത്താവിന്റെ കാൽവറി യാഗത്തിന്റെ ബേസിസിലാണ്. ഇതും അടുത്തൊരു വിഷയമാണ്. അത് ഒരു മണിക്കൂറോളം സംസാരിച്ചതിന് ക്ലാരിറ്റി തരാൻ പറ്റുന്ന ഒരു വിഷയവും നമ്മൾ പലപ്പോഴും കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ പ്രായശ്ചിത്ത യാഗം ആവശ്യമാണ്. ഇനി ഈ പ്രായശ്ചിത്ത യാഗം ആദമിനെ ദൈവം ഏദനിൽ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം ആദാം പഴം തിന്നു, പ്രോബ്ലം ആയതിനു ശേഷം പിറ്റേ ദിവസം കർത്താവ് വന്ന് യാഗമാവുകയാണോ? അല്ല. ഈ പ്രായശ്ചിത്തം എന്താണ്, ഈ യാഗം എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ജനത്തിന് മനസ്സിലാകണം. അതിനൊരു കാലം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് ലോകത്തിൽ വരത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ലെറ്റ് മീ പ്രൊജക്ട് ദാറ്റ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, ആ കാലത്തിനൊരു സമ്പൂർണത വന്നു. കണ്ടില്ലയോ? എന്നാൽ ആ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ
സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത്. ദൈവം നിയോഗിച്ച് അയക്കുക. ആ കാലഘട്ടത്തിന് ഒരു തികവായി കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന്, കാര്യം ഇവിടെ മനുഷ്യനായിട്ട് ജനിക്കണം. അതെന്താ? ദൂതനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ കഴിയത്തില്ല. ദൂതന് മനുഷ്യനായിട്ട് തന്നെ ജനിക്കണം, എന്നാലേ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ സന്തതിയായിട്ട് ഇവിടെ ജനിക്കുക. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കാണിച്ചിട്ട് ഞാൻ അവിടെ തിരിച്ചു വരാം. എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകിയാൽ, ഞാനും നിങ്ങളും ജഡവും രക്തവും ഉള്ളവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ. കണ്ടോ, ഇതെല്ലാം മരണത്തിൽ അവന്റെ അധികാരത്തിൽ ഇരിക്കുക. സാത്താന്റെ അവനെ നീക്കി, തന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗലാത്യ ലേഖനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനിടയിൽ ഈ ഇതൊന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചു. ഇങ്ങനെ നിയോഗിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനായിട്ട് കർത്താവ് ഈ ലോകത്തിൽ വരണം. കർത്താവ് ആ കാൽവറിയിൽ ഒരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, എന്താന്ന് പറയുന്നത്, പ്രായച്ചിത്ത യാഗം, ഒന്നിന് പകരമായിട്ട് പ്രായച്ചിത്ത യാഗം, പ്രായച്ചിത്തമായി തീരണം. അതിനുവേണ്ടി ഈ ലോകത്തിലേക്ക് അയക്കുക. ഇതൊക്കെ മനസ്സിലാകാൻ പാകത്തിന് ദൈവം അവർക്ക് യാഗവും പ്രമാണവും ആലയവും ആചാര്യന്മാരും പാപത്തിന് പരിഹാരവുമായിട്ടുള്ള മൃഗങ്ങളുടെ യാഗവും ഒക്കെ ക്രമീകരിക്കുക. അതിനെക്കുറിച്ച് അവർ നല്ല ഫെമിലിയർ ആകുകയാണ്. ആട്ടുകൊറ്റനെയും കാളക്കിടാങ്ങളുടെയും ഒക്കെ രക്തം അതിന് മറുപടിയായി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ അവരെ അതിലേക്ക് കൊണ്ടുവരിക. കർത്താവ് വരാൻ പോകുന്നു, ആ കർത്താവിന്റെ കാൽവറി യാഗം എന്താണ് അതിൽ കൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നതൊക്കെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളുടെയും രക്തം അവരുടെ വിശ്വാസം തെളിയിക്കാനായിട്ട്, അതൊരിക്കലും അവരുടെ പാപം മോചിച്ചിരുന്നില്ല. എത്രയോ ആടുകളെ അവിടെ യാഗം കഴിച്ചിരുന്നെങ്കിൽ ഒരു ആടിന്റെയും രക്തം പാപത്തിന് പര്യാപ്തമായിരുന്നില്ല. അന്നും കർത്താവിന്റെ കാൽവറി യാഗത്തിന്റെ ബേസിസിലാണ് അവരുടെ പാപങ്ങൾ ദൈവം മോചിച്ചു കൊടുത്തിരുന്നത്. അതൊക്കെ ഞാൻ പല ആവർത്തി കാണിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 4-ഉം അതിന്റെ 11-ഉം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയറാണ്. ഇവിടെ കാലം തികവെങ്കിൽ കർത്താവ് വന്ന്, ഞാൻ അല്പം ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോവുകയാണ്. കാലം തികഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് ലോകത്തിൽ വന്ന് കർത്താവിന്റെ മറുവില യാഗം നടന്നു. സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് ഇവിടെ ലോകത്തിൽ നടക്കുക. 1-2 വാക്യങ്ങൾ കൂടുന്നു വായിച്ച് അതിനൊരു പിൻബലം കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 തിമത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 5-6 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാ ഞാനിവിടെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ നോക്കിക്കാട്ടെ. 5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, ദൈവം ഒരുവനല്ലോ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇവിടെ ദൈവത്തിന്റെയും പരിശുദ്ധനായ പിതാവായ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ വേറെ ആരും മധ്യസ്ഥനില്ല. ഇവിടെ എല്ലാവർക്കും വേണ്ടി മറുവിലയായിട്ട് തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ നമുക്ക് പിതാവിന്റെ ഇടയിൽ നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട്. മറുവിലയായിട്ട് ഈ വാക്ക് ശ്രദ്ധിക്കണം. മറുവില, നമ്മൾ ആദാം ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ആ മറുവിലയായിട്ട് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം അതിന് മറുവിലയായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം കാണിച്ചോട്ടെ. 1-ാം അധ്യായം 7-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, കണ്ടോ, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ ആ രക്തം, അവന്റെ ആ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇവിടെ അതിക്രമങ്ങൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നെങ്കിലും അത് പാപമാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ് ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. കണ്ടില്ലയോ, പാപങ്ങളുടെ മോചനം. ഇതിനെയൊക്കെ ഈ രീതിയിൽ എഴുതാതെ ഇങ്ങനെ ലൈറ്റായിട്ട് വിട്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകാതെ പോകും. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ, അതായത് പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഈ നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നത് ഈ രക്തമാണ്. വേറെ ഒരു കാര്യങ്ങൾക്കും നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു വാക്യം കൂടെ കാണിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറാം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ നീതീകരിക്കപ്പെടുന്ന കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന അവന്റെ രക്തത്താല.
വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കാൽവറി ക്രൂശിൽ മൂന്നാണികളിൽ തറച്ച കർത്താവിനെ ആ കാൽവറി ക്രൂശിൽ ജെറുസലേമിൽ ആ കാൽവറി മലമേൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് അതിന്റെ ബേസിസ് വിശ്വാസമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ, ഓരോരുത്തർക്കും അവരുടെ പാപത്തിൽ നിന്ന് പ്രായച്ചിത്തം ലഭിക്കുവാനായി അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. ഇതാണ് പുതിയ, അതായത് ഗ്രേസ് ഗോസ്പലിൽ കൂടി നമ്മൾ മനസ്സിലായിരിക്കുന്നത്. ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ജനം മശിഹായ്ക്കായിട്ട് കാത്തിരുന്നു എന്നുള്ളത് ശരിയല്ല. മീ റിമൂവ് ദീസ് വേഴ്സസ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, അതായത് പഴയ നിയമത്തിലെ ജനം മശിഹായ്ക്കായിട്ട് കാത്തിരുന്നു. അവരെന്താ മനസ്സിലാക്കിയിരുന്നത്? അവർക്ക് മശിഹ വരുമെന്നും രാജ്യം സ്ഥാപിക്കുമെന്നും അന്ന് മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്നും ആ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന് അവര് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ വാഴുമെന്നൊക്കെയുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. സ്വർഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം വാഴും, അവർക്ക് ദൈവം ശാശ്വതമായിട്ട് ആ ദേശം കൊടുക്കും. രാജ്യത്തിന്റെ സുവിശേഷം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ആ രാജ്യം എന്നേക്കുമായിട്ട് മശിഹ വന്ന് യഥാസ്ഥാപനപ്പെടുത്തി കൊടുക്കും. അതായിരുന്നു അവരുടെ വിശ്വാസം. അതിനായിട്ടാണ് അവർ കാത്തിരുന്നത്. എന്നാൽ സാത്താൻ അവിടെയും പ്രവർത്തിച്ചിട്ടൊരു വലിയ ഗ്രൂപ്പിനെ അവരുടെ ഇടയിൽ തന്നെ ഒരു വലിയ ഗ്രൂപ്പിനെ ആ വിശ്വാസത്തിൽ നിന്ന് മാറ്റിച്ചു കളഞ്ഞിരുന്നു. അതായത് സദൂക്യർ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് പുനരുദ്ധാനത്തിലോ വീണ്ടും ജനനത്തിലോ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. അവരങ്ങനെ പുനരുദ്ധാനം പ്രാപിക്കുന്നു, മനുഷ്യൻ വീണ്ടും പുനരുദ്ധാനം പ്രാപിക്കുന്നു അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഒത്തിരി പുരോഹിതന്മാർ ഈ സാദൂക്യ ഗ്രൂപ്പിലുള്ളവരായിരുന്നു. അവരുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു വലിയ ചിത്രം ഓൾറെഡി സാത്താൻ വരുത്തിയിരുന്നു. അവരുടെ വിശ്വാസം അതായിരുന്നപ്പോഴും. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ വാഗ്ദത്ത നിവർത്തീകരണത്തിനായി വാഗ്ദത്ത മശിഹ ലോകത്തിലേക്ക് വരും എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നത് പോലെ തന്നെ ആ ലോകത്തിലേക്ക് കർത്താവ് വന്നിരിക്കുക. മത്തായി 1:1 അത് പറഞ്ഞു തുടങ്ങുക. അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് മത്തായി 1:1 തുടങ്ങുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളെ കർത്താവിന്റെ ലോകത്തിലെ ശുശ്രൂഷകൾ കൊണ്ട് നിറച്ചിരിക്കുക. കർത്താവ് വരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം വന്നത് മുതൽ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നവരുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിറച്ചിരിക്കുക. അത് കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രി. അമൂല്യമായ 4 പുസ്തകങ്ങളാണ്. കർത്താവ് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് മണ്ണിൽ വന്ന് നമ്മളോടൊപ്പം ഈ മണ്ണിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന 4 അമൂല്യ ഗ്രന്ഥങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. പക്ഷെ ഇത് പറഞ്ഞിരുന്ന ഗ്രൂപ്പ് യഹൂദന. അന്ന് ജാതികളായ അശേരായെയും അർത്തമീസിനെയും ആരാധിച്ച് നിന്നിരുന്ന, ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി നിന്നിരുന്ന നമ്മളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല, മറിച്ച് യഹൂദനോട്. കാര്യം അവരാണ് ദൈവജനം, അവരോടാണ് കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്തിരിക്കുന്നതും പ്രവാചകന്മാരെയും പിതാക്കന്മാരെയും ഒക്കെ കൊടുത്തിരിക്കുന്നത് അവർക്കാണ്. അവരുടെ ഇടയിലേക്ക് വരിക, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. എന്നാൽ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ഇതെല്ലാം വളരെ ക്ലിയറാണ്. ഇത് മനസ്സിലാക്കാൻ മനസ്സുള്ളവർക്ക് ഇതെല്ലാം വളരെ ക്ലിയർ. ഹൈവേ, NH, നാഷണൽ ഹൈവേ റോഡ് വെട്ടിയിട്ടിരിക്കുന്ന പോലെ ക്ലിയറാ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള റൂട്ട് ക്ലിയറാ. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ പാരമ്പര്യത്തിനകത്തിൽ അങ്ങനെ മുഴുകി കിടക്കുന്ന കാരണം ഇതൊന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാര്യം പാരമ്പര്യം ഇതുമായിട്ടൊന്നും മാച്ചായി പോകത്തില്ല. ഇവിടെ കർത്താവ് ഉലകത്തിലേക്ക് വരുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കർത്താവ് വന്നിരിക്കുക. ഏദൻ മുതൽ കൊടുത്തിരുന്ന വീണ്ടെടുപ്പുകാരൻ വരുന്നു എന്ന് പറഞ്ഞിരുന്ന ആ വീണ്ടെടുപ്പുകാരൻ വന്നിരിക്കുക. പക്ഷെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടില്ല. അവരത് മനസ്സിലാകാതെ കർത്താവ് കാൽവറിയിൽ യാഗമായി തീരുകയും പ്രായച്ചിത്ത യാഗമായിട്ട്, മറുവില യാഗമായിട്ട്, പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത് കാൽവറിയിൽ നിറവേറുകയാണ്. ഇവിടെ എല്ലാം ഞാൻ അങ്ങ് ഫാസ്റ്റ് ഫോർവേഡ് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരണം. എനിക്കൊരല്പം കൂടുതൽ സമയം അവസാന ഭാഗത്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ആത്മാവിനെയും നിരാകരിച്ച യഹൂദൻ അവരുടെ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവജനമായിരുന്നെങ്കിലും പിതാവ് അയച്ച 17 പ്രവാചകന്മാരെയും അവർ ഉൾക്കൊണ്ടില്ല. പിതാവ് അയച്ച, ദൈവം അയച്ചിട്ട് ഒരു പുരുഷൻ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ദൈവം അയച്ചു. തല വെട്ടി താലത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു യോഹന്നാൻ സ്നാപകൻ. തന്റെ പുത്രനെ ശങ്കിക്കും എന്ന് കരുതി സ്വന്തം പുത്രനെ അയച്ചു. അവർ കൊന്ന് ക്രൂശിൽ തറച്ചു. പരിശുദ്ധ ആത്മാവാൻ ദൈവം കൂടെ ലോകത്തോട് ഇടപെടുകയാണ്. ഈ അത്തിമരത്തെ വെട്ടിക്കളയാൻ പറഞ്ഞെടുത്ത് വെട്ടിക്കളയാതെ 1 വർഷം കൂടെ നിർത്തി അതിന് വെള്ളവും ഒക്കെ ഒഴിച്ച് അത് ഫലം കൊടുക്കുമോ നോക്കുക.
എന്നിട്ടും ഒരു വർഷത്തിനകത്ത് പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറഞ്ഞ് സ്തേഫാനോസിനെ എറിഞ്ഞ് കൊല്ലുന്ന സമയം വന്നപ്പോൾ ദൈവം അവരെ കൈവിടുക. അവിടെ വെച്ച് ദൈവിക പദ്ധതി അവിടെ ദൈവം ഹോൾഡ് ചെയ്യുക. സർവജ്ഞാനിയായ ദൈവം, ഇതെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നു. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം. എൻഡ് ടു എൻഡ് എന്ത് നടക്കുമെന്നുള്ളത് ദൈവത്തിന് അറിയാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ പേര് ചൊല്ലി നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സർവജ്ഞാനിയായ ദൈവത്തിന് ഇത് അറിയാവുന്നത് കാരണം ദൈവം യഹൂദനെ അവിടെ യഹൂദന്റെ ദൈവിക വിളി അവിടെ ഹോൾഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ആ കിങ്ഡം ഗോസ്പൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, പ്രോഫറ്റിക് പ്രോഗ്രാം, വാഗ്ദത്ത പദ്ധതി അവിടെ ഹോൾഡ് ചെയ്യുക. യഹൂദനെ കൈവിടുകയാണ്. യഹൂദൻ ആ എലിവേറ്റഡ് പദവിയിൽ നിന്നും ജാതികളുടെ ആ ഒരു ലെവലിലേക്ക് അവൻ വീണു പോവുകയാണ്. ഫോൾ ഓഫ് ഇസ്രായേൽ, യഹൂദന്റെ വീഴ്ച എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ സകലതും അറിയാമായിരുന്ന ദൈവം സകല മനുഷ്യരെയും രക്ഷിക്കാൻ, യഹൂദനെയും അതുപോലെ തന്നെ ഉലകത്തിലുള്ള സകല മാനവരാശിയെയും രക്ഷിക്കുന്ന ഒരു കാലഘട്ടം ആരംഭിച്ചു. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കൃപായുഗം, ഏജ് ഓഫ് ഗ്രേസ് എന്നൊക്കെ പറയുന്നത്. ഇത് ആരംഭിക്കുന്നത് കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിനൊക്കെ ശേഷം, പിന്നെയും അപ്പോസ്തല പ്രവൃത്തികൾ 1, 2, 3, 4, 5, 6, 7 സ്തേഫാനോസിനെ എറിഞ്ഞ് കൊന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, അന്ന് ഉലകത്തിലെ പാപികളിൽ നമ്പർ 1 പാപിയായിരുന്ന ആ ശൗലിനെ വിളിച്ചുകൊണ്ട് ദൈവം ആരംഭിക്കുക. ഐ ആം ദ ചീഫ് ഓഫ് ദോസ് സിന്നേഴ്സ്. പാപികളിൽ ഒന്നാമനായിരുന്ന, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ചെയ്ത ആ ശൗലിനെ വിളിച്ചുകൊണ്ട് ദൈവം ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കൃപായുഗം. ഇവിടെ ഒരു പുതിയ അപ്പോസ്തലനെ വിളിക്കുകയും ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയും ചെയ്യുക. ഈ പുതിയ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ചില വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് കാണിച്ചതിനൊന്ന് എംഫസൈസ് കൊടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് വരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. ഞാൻ ഈ വാക്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് എഴുതിയിരിക്കുക, പെട്ടെന്നൊന്ന് വായിച്ചു വിടാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷിലാണ്, പക്ഷെ മലയാളത്തിൽ ഞാൻ പറയാം. അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൺ അൺടു മീ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ഹാവ് ലേഡ് ദ ഫൗണ്ടേഷൻ. പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേലയ്ക്കാക്കിയതിനു ശേഷം പോൾ പറയുന്ന ചില വാക്യങ്ങളാണ് ഞാൻ ഇവിടെ കുറിച്ചിരിക്കുന്നത്. പോളിനെ വിളിക്കുന്നതിന് മുൻപേ അനേക പ്രവാചകന്മാരെ അയച്ചിരിക്കുക, കർത്താവ് ഉലകത്തിൽ വന്നിരിക്കുക, 12 വരെ എടുത്തിരിക്കുക, ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തിരിക്കുക. ഈ സംഗതികളെല്ലാം അവിടെ ഹോൾഡായി. അതിനുശേഷം ദൈവം ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയും ഒരു പുതിയ അപ്പോസ്തലനെ ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിരിക്കുക. ആ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാനുമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഒരു പുതിയ അടിസ്ഥാനം ഇടുകയാണ്. അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൺ അൺടു മീ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ഹാവ് ലേഡ് ദ ഫൗണ്ടേഷൻ. ഇവിടെ പോൾ പറയുന്നത് ഞാനാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത് എന്ന് പറയുക. രണ്ടാമത്തെ വാക്യം കണ്ടില്ല, ടു ഹിസ് ബോഡി സേക്ക് വിച്ച് ഈസ് ദ ചർച്ച് whereof I am made a minister according to the dispensation of God which is given to me for you. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 24 25 വാക്യങ്ങളാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. എന്നെ ഈ സഭയുടെ ആക്കിയിരിക്കുന്നു എന്ന് പറയുക. അടുത്ത വാക്യം കണ്ടല്ലോ, റോമാലേഖനം 16-ാം അധ്യായം 25-ാം വാക്യമാണ്. Now to him that is of power to establish you according to my gospel and the preaching of Jesus Christ according to the revelation of the mystery which was kept secret since the world began. ഉലക സ്ഥാപനത്തിന് മുൻപ് മുതലേ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതിക്ക് അനുസരിച്ചുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രസംഗം. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. മറഞ്ഞിരുന്ന മർമ്മങ്ങളുടെ വെളിപ്പാടിനനുസരിച്ച്. മനസ്സിലായി? ഇതെല്ലാം പോൾ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒറ്റ സ്ലൈഡിൽ ഇതെല്ലാം കൂടെ എഴുതി കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബി ഫോളോവേഴ്സ് ഓഫ് മീ. കൊരിന്ത്യർ ലേഖനം 4:16 11:1 പറയുക, നിങ്ങൾ എൻ്റെ അനുകാരികളായി തീരുവീൻ. ഞാൻ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന പോലെ നിങ്ങൾ എന്നെ പിന്തുടരുവീൻ. വേറെ ഓരോരുത്തർക്കും ഇത് പറയാൻ പറ്റത്തില്ല. അടുത്ത വാക്യം കണ്ടില്ല, തിമോത്തി 1:16 പറയാ, ദാറ്റ് ഇൻ മീ ഫസ്റ്റ്. അതായത് ഞാൻ ഉലകത്തിലെ നമ്പർ 1 പാപിയായിരുന്നു. എനിക്ക് ദൃഷ്ടാന്തത്തിനായി അവൻ സകല ദീർഘക്ഷമയും എന്നിൽ കാണിച്ചു. അങ്ങനെ ദൈവം എന്നെ വീണ്ടെടുത്തു. ഫോർ എ പാറ്റേൺ ടു ദം വിച്ച് ഷുഡ് ഹിയർ ആഫ്റ്റർ ബിലീവ് ഓൺ ഹിം ലൈഫ് എവർലാസ്റ്റിംഗ്.
എന്നെ അതിനുവേണ്ടി വിളിച്ചാക്കിയിരിക്കുന്നു. ഞാൻ ആ പാപികളിൽ ഒന്നാമനായിരുന്നു. എന്നിലൂടെ എന്നെ ദൃഷ്ടാന്തമായിട്ട് ദൈവം അതിനായിട്ട് വിളിച്ചാക്കിയിരിക്കുന്നു എന്ന് പറയുക. അവസാനത്തെ വാക്യം കണ്ടോ, ഗലേഷ്യൻസ് 1:12 പറയുക, ഫോർ ഐ നീദർ റിസീവ്ഡ് ഇറ്റ് ഓഫ് മാൻ, നീദർ വാസ് ഐ ടോട്ട് ഇറ്റ്, ബട്ട് ബൈ ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നെ ഒരു മനുഷ്യനും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരു മനുഷ്യരുടെ ഒന്നും പ്രാപിച്ചിട്ടില്ല, മറിച്ച് ഞാൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഇതെല്ലാം പ്രാപിച്ചിരിക്കുന്നെന്ന് പറയുക. ഞാനൊരു മനുഷ്യരുടെ നിന്ന് പ്രാപിച്ചതോ ഒരുത്തരെന്നെ പഠിപ്പിച്ചതോ ഞാൻ ആരുടെയും കൂടെ നടന്ന് ട്രെയിൻഡ് ആയതോ അല്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എനിക്ക് തന്ന സ്വർഗീയ മർമ്മങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ദൗത്യവുമാണ് ഞാൻ ഈ നിറവേറ്റുന്നത്. അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതാ. ഇവിടെ പരിച്ഛേദന പോലും ആവശ്യമില്ല. യഹൂദനോട് പരിച്ഛേദന വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തല ചൊറിയും. എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് ചോദിക്കും. വീട്ടിൽ കയറാൻ പറ്റത്തില്ല പരിച്ഛേദന ചെയ്യാത്തവൻ, എറിഞ്ഞു കൊല്ലണമെന്നാണ്. അവനോട് പറയാണ് പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. കംപ്ലീറ്റ് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലോകത്തിൽ അറിയിക്കുവാനായിട്ട് കർത്താവ് പോളിനെ വിളിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ അപ്പോസ്തലനെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. ഇനിയുമാണ് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഇനിയുള്ള ചില സമയങ്ങൾ അല്പം കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ വിഷയങ്ങൾ പറയാം. അതായത് ഈ സംശയം വന്നിരിക്കുന്ന വിഷയങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. ഇവിടെ എറ്റേണിറ്റി ആ വിഷയം. ഓൾഡ് സെയിൻസ് അവർക്ക് എന്ത് സംഭവിച്ചു, അതായത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് എന്ത് സംഭവിച്ചു, പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് എന്ത് സംഭവിക്കും, ഈ കൃപായുഗത്തിൽ ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാരുടെ അവരുടെ ആത്മാക്കൾ എവിടേക്ക് പോകുന്നു. ഇന്ന് മരിക്കുന്ന ഒരു വിശ്വാസി, ഇന്നത്തെ ഒരു വിശ്വാസി കൃപായുഗത്തിൽ, വിശ്വാസി എന്ന് പറയുമ്പോഴത്തേന് ഏതെങ്കിലും ക്രിസ്ത്യാനിയാണെന്ന് വിചാരിക്കില്ല കേട്ടോ. അവര് വിശ്വാസിയുമല്ല, അവർക്ക് വിശ്വാസം എന്താണെന്നും അറിയത്തില്ല, അവർക്ക് രക്ഷിക്കപ്പെടേണ്ട സുവിശേഷമേ എന്താണെന്ന് അറിയത്തില്ല, ഈ റൂട്ടേ അവർക്ക് അറിയത്തില്ല. അവരുടെ കംപ്ലീറ്റ് വേറെ ട്രഡീഷൻ അതിൽ മുങ്ങിക്കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ് എന്ന് ചോദിക്കുന്നത്. ഇതിൽ ഇത്ര വ്യക്തമായിട്ട് ഇത്ര മണിയായിട്ട് എഴുതി കയ്യിൽ തന്നിരിക്കുക. എന്നിട്ടും ഈ കാര്യങ്ങളിലൊന്നും ഒരുത്തർക്കും ഒരു ബോധറേഷനുമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, 1-2 വാക്യങ്ങൾ കാണിച്ച് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. 5-ന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇത് കണ്ടില്ലയോ, ഞാൻ ആ വാക്യം പ്രൊജക്റ്റ് ചെയ്യാം. ഇവിടെ പറയുകയാണ്, ഇവിടെ പറയാണ് 2 കൊരിന്ത്യർ 5-ന്റെ 8, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് കൂടെയാ. ഇത് തിരുവചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ശരീരം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത സെക്കൻഡ് കർത്താവിനോടൊപ്പമാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ഇവ 2-4 ഞാൻ ഞരങ്ങുന്നു. കാര്യം എനിക്ക് നിങ്ങളോടുകൂടെ ഇരുന്ന് ഈ സ്വർഗീയ മർമ്മങ്ങളെ കുറെ കൂടെ പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുക, ഞാൻ മരിക്കുകയും ഞാൻ ഇവിടുന്ന് പോകാറായിരിക്കുക. എന്നാൽ ഞാൻ ഇത് 2-4 ഞരങ്ങുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ദൈവഹിതം പോലെ നടക്കട്ടെ. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ല, അതാണ് എൻ്റെ പ്രിഫറൻസ്. വിട്ടു പിരിഞ്ഞാൽ ഞാൻ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഇതാണ് നമ്മൾ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചേർക്കപ്പെടാൻ പോകുന്ന കർത്താവിന്റെ സന്നിധിയിലേക്കാണ്. അടുത്ത നിമിഷം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് ചേർക്കപ്പെടാൻ പോകുന്നത്. ഇനി നാം റാപ്ചറിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ പുതിയ ശരീരം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നല്ലോ. അത് ഏത് ശരീരമാണ്? 1-2 കാര്യങ്ങളിലൂടെ അതിനോടുള്ള വിഷയത്തിലൂടെ കാണിക്കാം. മൊത്തത്തിൽ ഞാൻ അതിനൊന്ന് ക്രോഡീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഞാൻ പെർമനന്റ് ആയിട്ട് ഇത് തന്നെ കാണിക്കാം. ഇത് റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. അവിടെ പറയുകയാണ്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അതായത് റാപ്ചർ നാളിൽ നമുക്കൊരു പുതിയ ശരീരം ലഭിക്കാൻ പോവുക. അഡോപ്ഷൻ ആ ദിവസം ഉണ്ടാകുവാൻ, പുത്രത്വം നമുക്ക് ലഭിക്കാൻ പോവുക. അന്ന് നമുക്കൊരു പുതിയ ശരീരം ലഭിക്കാൻ പോവുക. ആ ശരീരം നമുക്ക് ഈ മൺമയമായ ഈ ശരീരത്തോടു കൂടി നമുക്ക് സ്വർഗത്തിൽ വസിക്കുവാൻ കഴിയത്തില്ല. ഇത് മണ്ണാണ്, ഇത് മണ്ണോട് ചേരും, ഇത് മണ്ണിലേക്ക് തിരികെ പോകും. എന്നാൽ നമുക്ക് ഒരു തേജസ്സിൻ ശരീരം ദൈവം തരാൻ പോവുക. സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കാൻ പോകുക. ഫിലിപ്പിയ ലേഖനം
3-ാം അധ്യായം അതിന്റെ 20-21 വാക്യം. അവിടെ പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മുടെ പൗരത്വം, സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. നമ്മൾ ടെമ്പററി ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാ. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവിടെ നിന്ന് കർത്താവ് വരും, നമ്മളെ ചേർത്തുകൊണ്ട് പോകും. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, അതായത് ഈ ശരീരത്തെ, ഈ മൺമയമായ അല്ലെന്നുണ്ടെങ്കിൽ ഈ മർത്യമായ, മരണത്തിന് അധീനമായ, ദ്രവത്വമുള്ള ഈ ശരീരത്തെ തൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമായിട്ട് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തും. എന്ന് നടക്കും? അത് റാപ്ചർ നാളിൽ നടക്കും. അന്ന് നമുക്ക് അങ്ങനെ ഒരു ശരീരം ലഭിക്കും. അല്പം കൂടെ ക്ലാരിറ്റി. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം അതിന്റെ 48-ഉം 49-ഉം വാക്യം മാത്രം ഞാൻ വായിക്കാം. കൂടുതൽ വായിക്കേണ്ടതാണ്, അവിടെ ഒത്തിരി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് രണ്ടും വായിക്കാം. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നമ്മൾ ഒരിക്കൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ, സ്വർഗീയ ഓഹരിക്കാരായി തീർന്നു കഴിയുമ്പോൾ നാം സ്വർഗീയനെ പോലെ ആയിത്തീരും. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമായി തീരും. ഈ ലോകത്തിലുള്ളവനെ പോലെ, നമ്മൾ മണ്ണുകൊണ്ടുള്ളവനെ പോലെ ഈ ലോകത്തിൽ വന്നതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ, അതായത് ആദാമിന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഇവിടെല്ല നമ്മൾ ആദാമിനെ പോലെ ഈ ലോകത്തിൽ വന്നു, ഈ ശരീരം, മർത്യ ശരീരം, ഈ ശരീരത്തിൽ നമ്മൾ വന്നതുപോലെ തന്നെ നമ്മൾ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അങ്ങനെ നമ്മൾ സ്വർഗത്തിലായിരിക്കും എന്ന് പറയുക. നമുക്ക് അങ്ങനെ ഒരു ശരീരം ലഭിക്കും. 51 മുതൽ വായിക്കാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഒരു ട്രാൻസ്ഫിഗറേഷൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടാകും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അന്ന് ഇതിനു മുമ്പേ മരിച്ചു പോയവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മൾ അങ്ങനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ട് നാം രൂപാന്തരപ്പെടും. അങ്ങനെ ഈ ദ്രവത്വമുള്ളത്, അതായത് ഈ ചീഞ്ഞു പോകുന്ന, ഡീക്കേ ആയി പോകുന്ന ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത്, അതായത് ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിന് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. മരണത്തിനെയും പാതാളത്തെയും ദൈവം എന്നേക്കുമായിട്ട് നിത്യമായിട്ട് നശിപ്പിച്ചു കളയും. പിന്നെ അതിനുശേഷം മരണമുണ്ടാകത്തില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുന്ന വചനത്തിന്റെ ഒക്കെ അർത്ഥം അന്ന് നമുക്ക് മനസ്സിലാകും. ആ കാലഘട്ടത്തിലേക്ക് വരും. അതായത് ഈ മർത്യമായ ശരീരത്തിൽ നിന്ന് നമ്മുടെ അകത്തെ മനുഷ്യൻ, നമുക്കൊരു പുതിയ ശരീരം ലഭിക്കുകയും നാം നിത്യം സ്വർഗത്തിലേക്ക് പോവുകയും സ്വർഗത്തിൽ വാഴുകയും ചെയ്യും. അങ്ങനെ സ്വർഗത്തിൽ വാഴുമ്പോൾ നാം നിത്യം അവിടെ വാഴുമോ, അതോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് വരുമോ? ഒരിക്കലും ഇല്ല. നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ പർപ്പസ്, ദ്വിമാന പദ്ധതി, 2-fold പർപ്പസ്, നാം സ്വർഗത്തിലെ സിറ്റിസൺസായി സ്വർഗത്തിൽ വാഴുവാനായിട്ടാണ്. അവിടെ ഇല്ലാത്തതൊന്നും നമുക്ക് ഭൂമിയിൽ ലഭിക്കാൻ പോകുന്നില്ല. ഇത് രണ്ട് ദൈവിക പദ്ധതികൾ, 2 ഡിസ്റ്റിങ്ക്ട് പ്രോഗ്രാമാണ്. അതിനെ രണ്ടിനെയും കൂടി നമുക്ക് കൂട്ടിയിളക്കാൻ പറ്റത്തില്ല. ദൈവിക പദ്ധതിയാണ്. ചില വാക്യങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം, അടുത്ത ഇതിന്റെ നമ്മുടെ കുറെ കൂടെ നമ്മൾ ഡീറ്റെയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതെല്ലാം ഇപ്പോഴുള്ള ഡൗട്ടുകളൊക്കെ മാറി കിട്ടും. 2-ാം അധ്യായം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ കാണിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ഈ വരും കാലം എന്ന് പറയുന്നത് റാപ്ചറിന് ശേഷമാണ്. And has raised us up together and made us sit together in heavenly places in Christ Jesus. അതായത് വരും കാലങ്ങളിൽ ദൈവത്തിന്റെ ആ നമ്മെക്കുറിച്ചുള്ള ആ സ്നേഹം, ആ വാത്സല്യം, ദൈവത്തിന്റെ ആ കൃപയുടെ ആ അത്യന്ത ധനം എന്താണെന്ന് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ നമ്മളെ കാണിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ നാം ഇന്ന് ഈ മൺകൂടാരത്തിൽ ഇരിക്കുന്നുവെങ്കിലും യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ആ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ച് ആ ദൈവം നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നാം മരിച്ചു പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ ആ സ്വർഗത്തിൽ നാം ഇരിക്കാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ അഷ്വേർഡ് പദ്ധതിയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1-ാമത്തെ അധ്യായം 3-ാം വാക്യം അവിടെ പറയുകയാണ്, സ്വർഗത്തിലെ
സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാറും വീടും ബംഗ്ലാവും ജോലിയും ഒക്കെ തന്നിട്ട് ഈ ലോകത്തിലല്ല. നമ്മുടെ അനുഗ്രഹം മുഴുവനും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുക. നമ്മുടെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. നാം ഇവിടെ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം തരാൻ പോവുകയാണ്. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിന് ഒത്തവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് ഈ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഒരു പട്ടികയാണ് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയുകയാണ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി, കണ്ടില്ലയോ, ഈ നിത്യഭവനമായിട്ട് എന്നേക്കുമായിട്ട് നിത്യഭവനമായിട്ട് ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം. ഇവിടെ കെട്ടിടം എന്നൊക്കെ പറയുന്ന ഒരു ശരീരം നമുക്ക് തരുന്നതിനെ കുറിച്ചാണ്, തേജസ്സിന്റെ ശരീരം നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, ഈ ഭൂമിയിലെ ഭൗമഭവനം എന്ന് പറയുന്നത് ഇതാ നമ്മുടെ മൺകൂടാരമാണ്. അത് അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ഒരു സ്വർഗീയ ഭവനം നമുക്ക് നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു ഭവനം, കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നമുക്കത് നിത്യമാണ്. അതിന് ഇംഗ്ലീഷ് കണ്ടില്ല. For we know that if our earthly house of this tabernacle were dissolved, we have a building of God and house not made with hands, eternal in heavens. Eternal in heavens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം, എന്നേക്കുമുള്ള സ്വർഗീയ ഭവനം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ 1-ാമത്തെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ കൂടെ വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നു. ഈ കഷ്ടതകളും മരണവും അടക്കവും ഉയർപ്പും ഒക്കെ അനുഭവിച്ച് ആ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവനോട് കൂടെ മരിച്ചു, അവനോട് കൂടെ അടക്കപ്പെട്ടു, അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. ആ വാക്യം പറഞ്ഞിട്ട് അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച് ബേജാറാകാതെ നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്, നിങ്ങൾ എന്നേക്കുമായിട്ട് ആകാൻ പോകുന്നത് സ്വർഗത്തിലാണ്. നിങ്ങൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. അതുകൊണ്ട് സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക, ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ദൈവത്തിലായിരിക്കുന്നു. എന്നാൽ അത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന അഷുറൻസാ. ഇതെല്ലാം നാം സ്വർഗത്തിൽ നിത്യം വസിക്കും എന്നുള്ളതിന്റെ അഷുറൻസാ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, 17-ാം വാക്യം. 16 നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ 17-ലേക്ക് അങ്ങ് പോവുകയാണ്. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ, എവിടെ? ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആകാശത്തിൽ എടുക്കപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും. മനസ്സിലായോ? ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളത്തേക്കാ? എവർ ലാസ്റ്റിംഗ്, എറ്റേണൽ, ഫോർ എവർ വി വിൽ ബി വിത്ത് ദ ലോർഡ്. വി ആൻഡ് സോ ഷാൽ വി എവർ ബി വിത്ത് ദ ലോർഡ്. കണ്ടില്ല ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ആൻഡ് സോ ഷാൽ വി ബി എവർ ബി വിത്ത് ദ ലോർഡ്. ഇവിടെ കർത്താവിന്റെ കാൽപാദം ഒലിവ് മലയിൽ ചവിട്ടുമ്പോൾ കാണുന്ന കാര്യമല്ല ഈ പറയുന്നത്, ഈ വരവ്. ഇത് ആകാശത്തിൽ. See, then we which are alive and remain shall be caught up together with them in the clouds. ആകാശത്തിൽ, to meet the Lord in the air. കണ്ടില്ലയോ? ആകാശത്തിൽ. And so shall we ever be with the Lord. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇവിടെ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പം ഇവിടെ കർത്താവ് വരുന്നുണ്ട്. ഇവിടെ പീഡനകാലമൊക്കെ നടക്കുന്ന സമയത്തോ അതിനെക്കുറിച്ചൊരു വാക്യം കൂടെ കാണിക്കാം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇത് കണ്ടില്ല, ഇവിടെ പറയുന്നുണ്ടോ? കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലയിൽ പ്രത്യക്ഷനായി. ഇത് കർത്താവിന്റെ 2-ാം വരവാ. കർത്താവ് തന്റെ ദൂതന്മാരുമായിട്ട് അഗ്നിജാലയിൽ പ്രത്യക്ഷനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നാ വരുന്നത്? അർമഗദോൻ യുദ്ധം നടക്കുന്നതിന്റെ അവസാനമായി 7 വർഷത്തിന്റെ അവസാന സമയത്ത്
അർമഗദോൻ യുദ്ധത്തിന്റെ അവസാനത്തിൽ ദൈവം ദൂതന്മാരോട് ചേർന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ഈ കൂട്ടത്തിൽ യുദ്ധത്തിനായിട്ട് പോയവരൊന്നും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. മനുഷ്യനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വരുന്നതൊന്നും മനുഷ്യരല്ല, ഇതൊന്നും പോയവരോ ദൈവജനമോ അല്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് സം മോർ ടൈം ടു എക്സ്പ്ലെയിൻ ഇറ്റ്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും, അതായത് ഇന്ന് കർത്താവിനെ അറിയാത്തവർക്കും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, നമ്മൾ ഈ പറയുന്ന കൃപയുടെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, ആർക്ക് പ്രതികാരം കൊടുക്കും? ദൈവം അവർക്ക് പ്രതികാരം കൊടുക്കുകയും ഈ ലോകത്തിൽ രക്തച്ചൊരിച്ചിലിൽ രക്തപ്പുഴ ഒഴുകുക, കുതിരയുടെ കടിവാളത്തോളം രക്തം ഒഴുകുക ഇവിടെ. അതുപോലത്തെ ഭയങ്കര സംഭവങ്ങൾ 7 വർഷം ഇവിടെ നടക്കുക. അവർക്ക് കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുക, ഈ ലോകത്തോട് പ്രതികാരം ചെയ്യുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, ഇന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് അന്ന് പീഡയും. പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക്, അതായത് ഇന്ന് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരുന്നത്, അന്ന് ഞങ്ങൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമാണ്. പോൾ പറയാ, ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആ ട്രിബുലേഷൻ പീരീഡ് നടക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലായിരിക്കും. കാര്യം ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിച്ച എല്ലാവരിലും ഞാൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വലപത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് ഉദ്ദേശിച്ചത്, ഇവിടെ ട്രിബുലേഷൻ നടക്കുമ്പോഴും നമ്മൾ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കും. ഞാൻ അല്പം ഫാസ്റ്റായിട്ട് പോവുക, കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇതെല്ലാം കൺഫേംഡ് പ്രോഗ്രാം, ഇത് ദൈവിക പദ്ധതികളാണ്, ദൈവവചനത്തിൽ എഴുതി നമുക്ക് ഉറപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി കിങ്ഡം ഓഫ് ഹെവൻ ഭൂമിയിൽ ദൈവം സ്ഥാപിക്കും എന്നുള്ള ദൈവിക പദ്ധതി, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ വസിക്കും എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. നമ്മള് സ്വർഗത്തിലെ സ്ഥാനം, നമ്മുടെ ആ ശുശ്രൂഷ എന്താണ്, നമ്മൾ സ്വർഗത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ സ്വർഗത്തിലെ ഡ്യൂട്ടി. ഒരു സ്ലൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യാം. ദാറ്റ് വിൽ ഗിവ് യു മോർ ക്ലാരിറ്റി. ഇത് ഞാൻ ഫുൾ സ്ക്രീൻ കാണിക്കാം. ഇത് കണ്ടില്ല, ഇവിടെ നമ്മുടെ പൊസിഷൻ, ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹെവൻ. നമ്മൾ എന്തായിരിക്കും സ്വർഗത്തിൽ ചെയ്യുന്നത്? വി ബി വിത്ത് ക്രൈസ്റ്റ് ഫോർ എവർ. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5:1 നമ്മൾ എന്നേക്കും കർത്താവിനോട് കൂടെ ആയിരിക്കും. 1 തെസ്സലോനിക്കർ 4:17. ഇത് നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് റെഫറൻസ് ഒക്കെ വായിച്ചു നോക്കണം. ഒന്ന് യൂട്യൂബിൽ വരുമ്പോഴത്തേന് അന്ന് നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ മനസ്സിലാകും. അത് വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ റെയിൻ വിത്ത് ഹിം, കർത്താവിനോടൊപ്പം നമ്മൾ വാഴും. 2 തിമോത്തി 2:12. സ്വർഗത്തിൽ നാം ദൈവത്തോടൊപ്പം വാഴും. അഡ്മിനിസ്റ്റർ ഹെവൻലി അതോറിറ്റി, ദൈവം നമ്മളെ സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒക്കെ മേലെ ദൈവം നമ്മളെ സകല അധികാരവും തന്ന് ലോകത്തിൽ സ്വർഗത്തിലാക്കിയാണ്. ഇവിടെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളിലൊക്കെ 21-22 വാക്യങ്ങളൊക്കെ പറഞ്ഞത്, സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ കർത്താവിനോടൊപ്പം ഹെവൻലി അഡ്മിനിസ്ട്രേഷൻ പല കാര്യങ്ങളിലും ദൈവം നമ്മളെ ആക്കി വയ്ക്കാൻ പോകുക. ജഡ്ജ് ഏഞ്ചൽസ് 1 കൊരിന്ത്യർ 6:2-3 നമ്മൾ ദൂതന്മാരെ വാഴുന്ന ഒരു സമയമാണ്. 1 കൊരിന്ത്യർ അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ അവിടെ പറയാം. 3-ാമത്തെ വാക്യത്തിൽ പറയും, നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ, ഐഹിക കാര്യങ്ങളെ എത്ര അധികം. നമ്മൾ ദൂതന്മാരെ വാഴും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗബ്രിയേലും മിഖായേലും ഒക്കെ നമ്മുടെ ഓർഡർ, നമ്മൾ പറയുന്നത് കേൾക്കാൻ കാത്തു നിൽക്കുന്ന പോലെ ദൂതന്മാരെ ഭരിക്കുന്ന രീതിയിൽ വാഴുന്ന രീതിയിലുള്ള അധികാരമാണ് ദൈവം നമുക്ക് അവിടെ തരുന്നത്. ഇവിടെ ഡിസ്പ്ലേ ഓഫ് ഗോഡ്സ് ഗ്രേസ് എറ്റേണലി, ദൈവത്തിന്റെ ആ കൃപ അത്യന്ത ധനത്തെ നാം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ഓക്കുപ്പൈ ഹെവൻലി പൊസിഷൻസ്, സ്വർഗത്തിലുള്ള ദൈവിക പൊസിഷനുകൾ, ആ പൊസിഷനുകളിലൊക്കെ ദൈവം നമ്മളെ ആക്കുവാനായിട്ട് പോകുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പദ്ധതിയുണ്ട്. അതിൽ മുഴുവനും നാം ആകുവാനും ആ പൊസിഷനുകൾ നാം സ്വീകരിക്കാനും പോകുക. സെർവ് ഇൻ ആൻ ആക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ റോൾ ഇൻ ഹെവൻ.
റെവലേഷൻ 22:3 നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിൽ യൂട്യൂബിൽ ലഭിച്ചു കഴിയുമ്പോൾ ഈ ഓരോ വാക്യങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. നമ്മൾ സ്വർഗത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാകും. ഇതുപോലെ തന്നെ ഒരു ക്ലിപ്പ് കൂടെ ഞാനൊന്ന് കാണിക്കാം, എന്നാലേ എനിക്കിത് പറഞ്ഞു തീർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, സമയത്തിന്റെ ചുരുക്കം കാരണം. അടുത്തതായിട്ട് നമ്മൾ ഈ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ അറിയേണ്ടത്, നമ്മൾ സ്വർഗത്തിലിരിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ടത്, നാം സ്വർഗത്തിലിരിക്കുമ്പോൾ ദൈവം കർത്താവ് ഭൂമിയിലേക്ക് വന്നിരിക്കുകയല്ലേ. അപ്പൊ ഭൂമിയിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ തനിയായി പോകത്തില്ലേ അവിടെ എന്നുള്ളൊരു ചിന്തയാണ് ഈ ഇടയായിട്ട് വന്നിരിക്കുന്നത്. പലർക്കും അങ്ങനെ ഒരു സംശയം വന്നിരിക്കുന്നു. കർത്താവ് ഉലകത്തിൽ വാഴുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, ഒത്തിരി വാക്യങ്ങളുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെ തനിച്ചായി പോകത്തില്ലേ, സ്വർഗത്തിൽ തന്നെ നമ്മളെ ആക്കിയിട്ട് കർത്താവിക്ക് പോരുന്നില്ലേ എന്നുള്ളൊരു പഠിപ്പീരാണ്. അതൊരു അറിവില്ലായ്മയിൽ നിന്ന് വന്നു പോയിരിക്കുന്ന, വചനത്തിലെ ആഴമായ ആ വിഷയത്തിലുള്ള അറിവ് കുറവ് കൊണ്ട് വന്നു പോയിരിക്കുന്ന ഒരു പഠിപ്പീരാണ്. അതിനെ അങ്ങനെ കാണരുത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വജ്ഞാനിയാണ്. ദൈവത്തിന് ഒരു സ്ഥലത്തിന്റെ പരിമിതിയില്ല. ദൈവത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലും ഇരിക്കുന്നവരോട് സംസാരിക്കാൻ പറ്റും, അങ്ങ് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവരോട് സംസാരിക്കാൻ പറ്റും. ദൈവത്തിന് സ്വർഗത്തിലും ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ദൈവത്തിന് ഒരു സമയത്തിന്റെയോ സ്ഥലത്തിന്റെയോ പരിമിതി ഇല്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ബി പ്രസന്റ് ബോത്ത് ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത് അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ഹി ഈസ് ബോത്ത് ഫുള്ളി ഗോഡ്, ഓംനിപ്രസന്റ്. ദൈവം എല്ലായിടത്തും സർവവ്യാപിയ, he is both fully God and glorified man ആണ്. And his reign includes both a visible earthly throne and a universal heavenly authority. ഈ രണ്ട് സ്ഥലത്തും നിങ്ങൾ ഇതിന് ഇതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് വായിക്കണം ഞാൻ എന്തായി എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ ഒരേ സമയം ദൈവത്തിന് വാഴുവാനും ദൈവത്തിന് പ്രസന്റ് ആയിരിക്കുവാനും കഴിയും, ദൈവത്തെ കാണുവാൻ കഴിയും, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ദൈവം ഓംനി പ്രസന്റ് ആണ്, സർവ്വവ്യാപിയാണ്. ഒരിടത്ത് ഒരു സ്ഥല പരിധി ദൈവത്തിനില്ല. രണ്ടാമത് എഴുതിയിരിക്കുന്നുണ്ട്, ക്രൈസ്റ്റ് ഈസ് ഗോഡ് ആൻഡ് ഹി ഈസ് ഓംനി പ്രസന്റ്. അവൻ സർവ്വവ്യാപിയ. കൊലോഷ്യൻസ് 1:16 ബൈ ഹിം ഓൾ തിങ്സ് കൺസിസ്റ്റ്. സ്വർഗത്തിലും ഭൂമിയിലും സകലത്തെയും ദൈവം സൃഷ്ടിച്ചതും ഒരുപോലെ ദൈവം അതിനെ വാണുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ ബുള്ളറ്റ് പോയിന്റ് കണ്ടോ, ക്രൈസ്റ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ലൊക്കേഷൻ. എന്തെങ്കിലും സ്ഥല പരിമിതിയിൽ ദൈവത്തിന് ഒരു ലിമിറ്റ് ഇല്ല. ദൈവം സർവ്വവ്യാപിയ. ഹി ക്യാൻ ഫിൽ ഹെവൻ ആൻഡ് എർത്ത് അറ്റ് ദ സെയിം ടൈം. ജെറമ്യ 23:24 അത് വായിച്ചാൽ നിങ്ങൾ കാണാം, ഡു നോട്ട് ഐ ഫിൽ ഹെവൻ ആൻഡ് എർത്ത് സെയ്ത് ദ ലോർഡ്. ഞാൻ സ്വർഗത്തെയും ഭൂമിയെയും ഒരുപോലെ നിറയ്ക്കുന്നവന്. അവൻ സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങത്തില്ലല്ലോ എന്നാണ് ആവർത്തന പുസ്തകം പറയുന്നത്. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമാണ്. അതുപോലെ ഒരേ സമയത്ത് രണ്ടിടത്തും ഒരുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാൻ പറ്റും. There is no limitation by location. God can fill heaven and earth at the same time. ദൈവത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ദൈവം ഭൂമിയിൽ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ, രാജാവ് ഒരിടത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റിടം കംപ്ലീറ്റ് കാലിയായി പോകരുതെന്ന് വിചാരിക്കരുത്. അങ്ങനല്ല ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അടുത്ത ബുള്ളറ്റിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ക്രൈസ്റ്റ് വിൽ ഫിസിക്കലി റെയിൻ ഓൺ എർത്ത് ആസ് ഹിസ് വിസിബിൾ മാനിഫെസ്റ്റേഷൻ. ശരിയാണ്, കർത്താവ് വിസിബിളി നമുക്ക് കാണുന്ന രീതിയിൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ എസെക്കിയേൽ പ്രവചനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ 43-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തേജസ് ഒലിവ് മലയിലേക്ക് വരികയും ഒലിവ് മലയിൽ നിന്നും ആ തേജസ് കിഴക്കേ വാതിൽ വഴിയായി തുറന്ന് അത് പ്രാകാരത്തിൽ കൂടി വിശുദ്ധ സ്ഥലത്തുകൂടി അതിപരിശുദ്ധ സ്ഥലത്ത് വരികയും ദൈവത്തിന്റെ ആ ദൈവിക വിശുദ്ധി, ദൈവത്തിന്റെ ആ തേജസ് ആലയം മുഴുവനും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ദാനിയേൽ പ്രവചനം ഒരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. പെട്ടെന്ന് ഞാനൊന്ന് ദാനിയേൽ പ്രവചനത്തിൽ നിന്നൊരു വാക്യം പെട്ടെന്നൊന്ന് കാണിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്തോട്ടെ. പെട്ടെന്ന് തീരുകയാണ്, നമ്മുടെ സമയം തീരുന്നു. അടുത്ത ആഴ്ചയിൽ ഇതോടെ ചെയ്യാനുള്ള സാവകാശം കിട്ടത്തില്ല. അതുകൊണ്ട് ഒരല്പം കൂടെ എന്നോട് സാവകാശമായിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെ പറയാണ്, ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തിരിക്കുക, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ 70 ആഴ്ചവട്ടമാണ്. അതില് 6 കൂട്ടം കാര്യങ്ങൾ നിവൃത്തിയാകണം. 1, അതിക്രമത്തെ തടസ്സം ചെയ്യണം. 2, പാപങ്ങളെ മുദ്രയിടണം. 3, അകൃത്യത്തിന് പ്രായച്ചിത്തം വരുത്തണം. 4, നിത്യനീതി വരുത്തണം. 5, ദർശനവും പ്രവചനവും മുദ്രയിടണം. 6, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. ഇത് കർത്താവിന്റെ വരവാ. കർത്താവ് അതിപരിശുദ്ധ സ്ഥലത്ത് നിറയുക, ദൈവിക തേജസ്, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. ഇതിന് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുക.
ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇവിടെ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരുന്നത് കർത്താവ് ഫിസിക്കലി റെയിൻ ഓൺ എർത്ത് ആസ് ഹിസ് വിസിബിൾ മാനിഫെസ്റ്റേഷൻ. സക്കറിയ 14:9 പറയുന്നുണ്ട്, ദ ലോർഡ് ഷാൽ ബി കിങ് ഓവർ ഓൾ ദ എർത്ത്. ദൈവം ഇവിടെ വാഴും, അത് ശരിയാ. ബട്ട് ക്രൈസ്റ്റ് അതോറിറ്റി ഈസ് യൂണിവേഴ്സൽ. അത് ഹെവനിലും എർത്തിലും ഒരുപോലെ. മത്തായി 28:18 കർത്താവ് പറയുന്നത് കണ്ടില്ലയോ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരുപോലെ ഈ രണ്ട് സ്ഥലത്തെയും വാഴുവാൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിന് ഒരിടത്ത് മാത്രം ഒതുങ്ങി കൂടുന്ന ആളല്ല. All power is given unto me in heaven and in earth. His rule is not limited to earth. ദൈവത്തിന്റെ വാഴ്ച ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹി ഗവേൺസ്. ദൈവം ഭരിക്കുന്നത് എർത്തിനെ ത്രൂ ഇസ്രായേൽസ് കിങ്ഡം. ഈ ഭൂമിയെ ദൈവം ഭരിക്കാൻ പോകുന്ന ഇസ്രായേൽസ് കിങ്ഡം. അതുകൊണ്ടാണ് 12 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 12 പേരും 12 സിംഹാസനത്തിൽ നിന്ന് അവരെ വാഴും. ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും. ഹെവനിൽ ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നാം സ്വർഗത്തിലായിരിക്കും. നാം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തെ വാഴും. ഇതിന് രണ്ടിനും വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിന് 2 സ്വർഗീയ പദ്ധതികളായത്. ഒരുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം രണ്ടിടത്തും ഉണ്ടാകും. ക്രൈസ്റ്റ് ഗ്ലോറിഫൈഡ് ബോഡി ഓപ്പറേറ്റ്സ് ബിയോണ്ട് നോർമൽ ഫിസിക്കൽ കൺസ്ട്രെയിൻസ്. ആ ദൈവത്തിന് ലഭിച്ചിരിക്കുന്ന തേജസ്സിൽ ലഭിച്ചിരിക്കുന്ന ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ഒരു കൺസ്ട്രെയിൻസും ഉള്ളതല്ല. ഹി അപ്പിയേഴ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ് ആൻഡ് മൂവ്സ് സൂപ്പർ നാച്ചുറലി. കർത്താവ് എവിടെ വേണേലും പ്രത്യക്ഷനാകാം. അടച്ചിരിക്കുന്ന റൂമിൽ നടുവിൽ വന്ന് പ്രത്യക്ഷനാവും. ഹി അപ്പിയേഴ്സ് ആൻഡ് ഹി ഡിസപ്പിയേഴ്സ് ആൻഡ് ഹി ക്യാൻ മൂവ് സൂപ്പർ നാച്ചുറലി. ഇവിടെ നിന്ന് നിമിഷ നേരം കൊണ്ട് അമേരിക്കയിൽ ചെല്ലാം. നീദർ ഏഞ്ചൽസ് ഓർ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആർ ഓംനി പ്രസന്റ്. ഇതൊരു അടിസ്ഥാന സത്യമാണ്. നിങ്ങൾ മനസ്സിലാകണം. അതായത് നമ്മളോ അല്ലെങ്കിൽ ദൂതന്മാരോ ഓംനി പ്രസന്റ് അല്ല. നമ്മൾ സർവജ്ഞാനിയോ സർവവ്യാപിയോ ഒന്നും അല്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ സർവ്വവ്യാപിയാകുമെന്ന് വിചാരിക്കല്ല. നമ്മൾ കർത്താവിന്റെ തലയിൽ നമ്മളെല്ലാം കൂടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. കർത്താവ് പോകുന്നിടത്തെല്ലാം നമ്മൾ കൊണ്ടെന്ന് വിചാരിക്കല്ല. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ ഒരു അനാലജിയിൽ കൂടെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുക. കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുക. കർത്താവ് പോകുന്നിടത്തെല്ലാം കർത്താവിനെ പോലെ ഓംനി പ്രസന്റ് എന്ന് പറയുന്ന ഒരു ദൈവിക പവർ, ആ ഒരു അധികാരം നമുക്കില്ല. ഇന്ന് മിഖായേലിന് അതില്ല. ഗബ്രിയേൽ ദൈവത്തിന്റെ പ്രധാന ദൂതന. പോകുന്നിടത്ത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ആ പോകുന്നിടത്ത് ആൾക്കാർക്ക് തടഞ്ഞു നിർത്താൻ പറ്റും, ആൾക്കാർക്ക് പിടിച്ച് കെട്ടിയിടാൻ പറ്റും. എന്നാൽ അങ്ങനല്ല. ദൈവത്തിന് മാത്രമുള്ള ആട്രിബ്യൂട്ടാ അത്. നാം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് സർവ്വവ്യാപിയായിട്ട് മാറുകയല്ല. കർത്താവ് വന്നുകൊണ്ട് നമ്മളും കർത്താവിലൂടെ ഭൂമിയിൽ വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ തലമുണ്ട്. അവിടെ നമ്മളെ വാഴുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യവും പ്രസൻസും നമ്മളോടൊപ്പം അവിടെ ഉണ്ട്. ദൈവം ഓംനി പ്രസന്റാ. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാണ്. താങ്കളല്ല, നമ്മളല്ല. നാം സ്വർഗത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പദവിയുണ്ട്. അതിൽ നാം കണ്ടന്റാണ്. നാം അതിലേക്കാണ് ചേർക്കപ്പെടുന്നത്. ഒരു വാക്യം കൂടെ കാണിച്ചോട്ടെ. അതിന്റെ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള ക്രൈസ്റ്റ് ഈസ് ഗ്ലോറിഫൈഡ് ബോഡി ഓപ്പറേറ്റ്സ് ബിയോണ്ട് നോർമൽ ഫിസിക്കൽ കൺസ്ട്രെയിൻസ്. ഇവിടെ നമ്മൾ നീദർ ഏഞ്ചൽസ് നോർ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആർ ഓംനി പ്രസന്റ്. നമ്മൾ ഇവിടെ ഓംനി പ്രസന്റ്, നമ്മൾ സർവ്വവ്യാപി അല്ല. ലാസ്റ്റ്, ക്രൈസ്റ്റ് റെയിൻസ് വിസിബിളി ഓൺ എർത്ത്. ആ ദൈവിക തേജസ് കൊണ്ട് അതിപരിശുദ്ധ സ്ഥലം നിറയും. 12 സിംഹാസനത്തിൽ നിന്ന് അവര് ഇസ്രായേലിനെ വാഴും. ആൻഡ് സൈമൾട്ടേനിയസ്ലി ഒരേ സമയം എക്സസൈസ് ഹെവൻലി അതോറിറ്റി. നാം സ്വർഗത്തിലായിരിക്കുന്നത്, ദൈവം നമ്മളോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്ന പോലെ തന്നെ ആ പ്രത്യേക കാലഘട്ടത്തിൽ അവരോട് ഒപ്പയുമായിരിക്കും. where the body of Christ serves him in the heavenly realm. ഈ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് അറിയാൻ വയ്യാതെ നമ്മൾ കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പം എല്ലാവരും കൂടെ ഭൂമിയിലേക്ക് പോരും, പിന്നെ സ്വർഗത്തിൽ ആരുമില്ല, സ്വർഗം കാലിയായിട്ട് കിടക്കുമെന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ്. അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. നാം നിത്യം സ്വർഗത്തിൽ വാഴുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നവരാണ്. ഇവിടെ പല കാര്യങ്ങൾക്ക് പൂർണ്ണത ഉണ്ടായിരിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് കാണിച്ചോട്ടെ. പെട്ടെന്ന് നമ്മുടെ സമയം തീർന്നിരിക്കുകയാണെന്നല്ല, ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ വിഷയം പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം. ഇത് 2 സ്ഥലത്തും ഉള്ളതാണ്. ഒന്ന് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. കാലം സമ്പൂർണമായിരിക്കും.
ഈ ഒരു കാലസമ്പൂർണതയിൽ ഈ വ്യവസ്ഥ ഉണ്ടാകും. ആ കാലസമ്പൂർണതയ്ക്ക് എന്ത് പൂർണ്ണമാകണം? പല കാര്യങ്ങൾ പൂർണ്ണമാകേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇസ്രായേലിന്റെ പ്രോഫറ്റിക് പ്രോഗ്രാം പൂർണ്ണമാകണം. ആ കിങ്ഡം പ്രോഗ്രാം പൂർണ്ണമാകണം. അതിന്റെ ആ മില്ലനിയം റെയിൻ സഹസ്രാബ്ദ വാഴ്ച വരെയും കഴിയണം. അത് പൂർണ്ണമാകണം. അത് പൂർണ്ണമായിരിക്കുക. കാലമെല്ലാം കഴിഞ്ഞിരിക്കുക. രണ്ട്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഹെവൻലി പർപ്പസ് പൂർണ്ണമാകണം. നമ്മളെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ദൈവം ഈ ലോകത്തിൽ നിന്നും വേർതിരിക്കുകയും നമ്മൾ റാപ്ചറിൽ ചേർക്കപ്പെടുകയും ബോഡി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് കഴിഞ്ഞ് നാം സ്വർഗത്തിൽ എത്തിയിരിക്കുക. ആ പദ്ധതി പൂർണ്ണമായിരിക്കുക. ദൈവത്തിന്റെ ഈ രണ്ട് പദ്ധതികൾ, ഒന്ന് ഇസ്രായേലിന്റെ ആ പ്രോഫറ്റിക് പ്രോഗ്രാം പൂർത്തിയായിരിക്കുകയാണ്. രണ്ട്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഹെവൻലി പർപ്പസ്, അതും പൂർണ്ണമായിരിക്കുക. അതിനുശേഷം ജഡ്ജ്മെന്റ് ആൻഡ് റിസ്റ്റോറേഷൻ നടക്കണം. ആ വെള്ള സിംഹാസനത്തിലെ ന്യായവിധി അത് കഴിഞ്ഞിരിക്കുക. റീസ്റ്റോറേഷൻ ചേർക്കേണ്ടുന്നതെല്ലാം ദൈവം റീസ്റ്റോർ ചെയ്തിരിക്കുക. ആ പദ്ധതിയും കഴിഞ്ഞു. അതിനുശേഷം സാത്താൻസ് ഡിഫീറ്റ്, സാത്താനെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തി അവനെ എന്നേക്കുമായിട്ട് നിത്യ നരകത്തിൽ തള്ളി നിത്യനീതി വരുത്തിയിരിക്കുക. അതായത് ആ ദാനിയേലിനെ കാണിച്ച ആ ഭാഗത്തെ ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് നിറവേറിയിരിക്കുക. നിത്യനീതി നിറവേറിയിരിക്കുകയാണ്. സാത്താനെ എന്നേക്കുമായിട്ട് നിത്യ നരകാഗ്നിയിൽ തള്ളിയിരിക്കുക. കോസ്മിക് ഓർഡർ റീസ്റ്റോർഡ്, അതായത് ആ വാനഗോളങ്ങൾ ആകാശത്തിലും ഭൂമിയിലും ഉള്ളതിനെയെല്ലാം ദൈവം യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുക. പുതിയ ആകാശം പുതിയ ഭൂമി രൂപം കൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും എവറിത്തിങ് ആസ് ഗോഡ് പ്ലാൻഡ് ഈസ് നൗ റിസ്റ്റോർഡ് ഇൻ ഹാർമണി. ദൈവം എന്ത് കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തിരുന്നോ, ഉലക സ്ഥാപനം മുതലേ പ്ലാൻ ചെയ്തിരുന്ന ആ കാര്യങ്ങളെല്ലാം നിറപടിയായിട്ട് നിവൃത്തിയായിരിക്കുക. എവറിത്തിങ് ഫോൾ ഇൻ പ്ലേസ്, കറക്റ്റായിട്ട് എവിടെ വരണമോ അതെല്ലാം അതുപോലെ നിവൃത്തിയായിരിക്കുക. അന്ന് നാം സ്വർഗത്തിലും കിങ്ഡം സെയിൻസ് പുത്തനാം യെരൂശലേം എന്ന സ്വർഗീയ ഭവനം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ആ പുതിയ പുതുവാന ഭൂമിയിൽ നമ്മൾ നിത്യം വാഴുകയും ചെയ്യും. ഇവിടെയാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20, 21, 22 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാകേണ്ടത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 2-3 വാക്യങ്ങളിലൊക്കെ നാം ദൂതന്മാരെ വാഴുവെന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്. തിമത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2:11 വായിച്ചു നോക്കണം. നാം നിത്യം കർത്താവിനോടൊപ്പം വാഴും. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ച് കണ്ടതുപോലെ അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ ഉണ്ടാകും. ഈ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലസമ്പൂർണതയിൽ ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി തീരുമോ? അതിനുശേഷം നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടെ ഒരു ആക്സസും ഒരു കണക്ഷനും ആ രീതിയിൽ നമുക്ക് പോവുകയും വരികയും നമുക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ്. ഈ ചോദ്യത്തിന് ആക്ച്വലി നമുക്ക് ഒരു ഉത്തരം ഡെഫിനറ്റ് ആയിട്ട് പറയാൻ കഴിയുന്നില്ല. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, 1-ാമത്തെ യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് കണ്ടോ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. മുന്നോട്ടുള്ള കാര്യം എന്താ നടക്കുന്നതെന്നുള്ള യോഹന്നാൻ അപ്പോസ്തലൻ പറയാ, നമുക്ക് അറിയത്തില്ല. ഇതുവരെ നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം ഇപ്പോൾ അറിയുന്നു. പക്ഷെ ആക്ച്വലി എന്ത് നടക്കുമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കാലസമ്പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന് പറയുന്ന ആ വാക്യം പ്രകാരം നമ്മൾ രണ്ടു കൂട്ടരും ഒന്നായി തീരുമോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ദൈവം വചനത്തിൽ നമുക്ക് തന്നിട്ടില്ല. എന്നിരുന്നാലും കൊലോസ്യ ലേഖനം 1:16 പറയുന്ന പോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരവും കർത്താവിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇത് മുഴുവനും. അനാദിയിൽ ഇത് സൃഷ്ടിക്കുന്നതിന് മുൻപ് മുതൽ ഭാവി നിത്യതയിൽ ഇത് എങ്ങനെയായി തീരും എന്നുള്ള ആ ഒരു ദൈവിക പദ്ധതിയോട് ടൂഫോൾഡ് പർപ്പസിൽ കർത്താവ് ഇതിനെയെല്ലാം സൃഷ്ടിച്ചാക്കിയിരിക്കുക. നമുക്ക് ഒരു പ്രത്യേക തലം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പദ്ധതിയും നമ്മുടെ വിളിയും നമ്മുടെ പ്രത്യാശയും അല്ല ഉലകത്തിലുള്ള ആ പ്രോഫറ്റിക് പദ്ധതിയിലുള്ള യഹൂദിയ ജനത്തിന് ദൈവം കൈമാറിയിരിക്കുന്നത്. ഇത് രണ്ടുപേരും കൂടെ ഒന്നിച്ചാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പകുതി വഴി വരെ, ഒരു 1/4 ഭാഗം വരെ കറക്റ്റായിട്ട് വന്നിട്ട് പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞു പോകുന്ന മാതിരി ഒരു കാര്യത്തിലേക്ക് മാറിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ചിലർക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് ക്ലിയർ ആകണമേ എന്ന് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് കൂടി ചിലവാക്കിയാലും ഞാൻ ആ ഭാഗം ക്ലിയർ ആക്കി തരാം.
ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ മാറി ദൃഢമായിട്ട് ആ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനിടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.